ചരിത്രം എല്ലാവർക്കും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ചരിത്രം പഠിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ എല്ലാവർക്കും ഒരു പൊതുവെ ഇഷ്ടം തോന്നാറുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് പലപ്പോഴും ഹിസ്റ്ററി ആയിരിക്കും. ചരിത്രം മനസ്സിലാക്കാൻ പലതരം മാർഗ്ഗങ്ങളുണ്ട്. നമ്മൾ പ്രാഥമികമായി പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ ചരിത്രത്തെക്കുറിച്ചൊരു സാമാന്യ ധാരണ ഉണ്ടാക്കുന്നു. പിന്നീട് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ചരിത്ര പുസ്തകങ്ങൾ വാങ്ങുന്നു. ഇപ്പോൾ പുതിയ കാലത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ, വീഡിയോകളിലൂടെ, യൂട്യൂബ് വീഡിയോകളിലൂടെയൊക്കെ ചരിത്രം അറിയാനും അത് മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചരിത്രം രചിക്കുന്നതിന് അല്ലെങ്കിൽ ചരിത്രം തയ്യാറാക്കുന്നതിന് പല രീതിശാസ്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ആർക്കൈവൽ റിസർച്ച്, ആർക്കൈവലുള്ള ഡോക്യുമെൻറ്റ്സ്, ഓറൽ ഹിസ്റ്ററി, അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ചരിത്രത്തെ നമുക്ക് ഒരു സാധാരണക്കാരന് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാർഗം ഹെറിറ്റേജുകളാണ്, പൈതൃകങ്ങൾ. ചരിത്രത്തിൻ്റെ സംസാരിക്കുന്ന അടയാളങ്ങളാണ് യഥാർത്ഥത്തിൽ പൈതൃകങ്ങൾ, ഹെറിറ്റേജുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ, മാപ്പിള സമൂഹത്തിൻ്റെ ചരിത്രം ഹെറിറ്റേജുകളിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന, അതിൻ്റെ ഒരു സൂചകങ്ങളായ ഒട്ടേറെ പൈതൃകങ്ങൾ, ഹെറിറ്റേജുകൾ നമ്മുടെ പരിസരത്തുണ്ട്, വിശേഷിച്ചും മലബാറിലുണ്ട്. അതിലൂടെ നമ്മുടെ ഒരു ചരിത്രത്തെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും വായിക്കാനും കഴിയും? അത് എനിക്ക് തോന്നുന്നു മലബാറിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു സവിശേഷമായ ചില അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ഇതിനെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ജൈവികമായ ഹെറിറ്റേജ് അല്ലെങ്കിൽ ജൈവികമായ മ്യൂസിയമായി നിൽക്കുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന് ഖബറുകൾ. ഇപ്പോൾ ഈ ഒരാളുടെ മൃതദേഹം, മയ്യത്ത് മറവ് ചെയ്ത ഖബർസ്ഥാനുകൾ. അപ്പോൾ ഈ ഖബറുകൾ എന്നുള്ളവർ ഇസ്ലാമിക സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും വിശ്വാസപരമായി തന്നെ ആളുകളെ മറവ് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ സാധാരണഗതിയിലുള്ള ആളുകളെ മറവ് ചെയ്യുന്നതിൽ നിന്നുപരിയായി ഈ രക്തസാക്ഷികളായ, ഷഹീദുകളായ ആളുകൾ, അവർ അതിന് വരുന്ന അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത് ഈ അർത്ഥത്തിൽ ഇങ്ങനെ ഖബറുകൾ തന്നെ ഏറ്റവും ചുരുങ്ങിയത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും തന്നെ അത് ഓരോ സ്ഥലത്ത്, ഓരോ കാലഘട്ടത്തിൽ, എങ്ങനെയൊക്കെ മരണപ്പെട്ടവരാണ്, എന്തുകൊണ്ട് ഈ ഖബറുകളൊക്കെ ഇവിടെ വന്നു. സാധാരണ രീതിയിൽ പള്ളിമുറ്റത്ത് വരേണ്ട ഖബറുകൾ വേറെ പറമ്പിലോ അതല്ലെങ്കിൽ വേറെ പല അങ്ങനെയൊക്കെ പലയിടത്തായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ അർത്ഥത്തിൽ ഒരു ജൈവികമായ ഒരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ശേഷിപ്പായിട്ട് പല അർത്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പാകത്തിലാണ്. മറ്റൊന്ന്, പല സ്ഥലത്തും ഖബറുകൾക്ക് കല്ലിൽ കൊത്തിവെച്ച് എഴുത്തുകളുള്ളത്. ആ നിലക്ക് അത് കറക്റ്റ് ഈ ചരിത്രത്തിന്റെ നമ്മൾ നേർക്കുനേരുള്ള ആധാനങ്ങൾ. കൊച്ചിയില് ചെമ്പിട്ടപ്പള്ളിയിൽ തമിഴിലുള്ള ലിഖിതങ്ങൾ അതൊരു പക്ഷേ ഈ മാൾബറും മലബാറും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ട്രേഡ് റിലേഷൻ ഉണ്ട്, അതിന്റെ തെളിവായിരിക്കാം. അതെ. അല്ല, അതിൽ തന്നെ ഈ കൊച്ചിങ്ങൾ ചെമ്പിട്ടപ്പള്ളി പറഞ്ഞുകൊണ്ട് ചെമ്പിട്ടപ്പള്ളിയിലെ ആ പള്ളിന്റെ മുൻഭാഗത്തുള്ള ആ ഖബറുകളിൽ തമിഴിൽ എഴുതിയതിൽ ഏറെക്കുറെ ഒരു 300-400 വർഷം പഴക്കമുള്ളത് എന്ന് കണ്ടെടുത്ത. കാരണം ഈ തമിഴ് എഴുത്തിന്റെ 2-3 ശൈലി വ്യത്യാസങ്ങൾ നോക്കിയിട്ട് അതിൽ ഗവേഷണം നടത്തിയവർ ഇത് ഈ കാലഘട്ടത്തിൽ, അതായത് 300 വർഷം, 400 വർഷം, 500 വർഷം, ഇത്ര കാലഘട്ട വ്യത്യാസത്തിലാണ് ആ എഴുത്ത്. കാരണം ഇപ്പോഴത്തെ തമിഴ് എഴുത്തല്ല, കുറച്ച് മാറ്റം. അതിൽ ഗവേഷണം നടത്തിയ ആളുകൾ കവാടത്തിലുണ്ട്, തമിഴിലും അറബിയിലും. അതെ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതെ. അതിപ്പോ നമ്മളെ അവർ റഫീഖ് സക്കരിയാന്നോ എന്നൊക്കെ പറഞ്ഞ ഗവേഷകൻ, പുതിയ കാല ഗവേഷകർ ഉൾപ്പെടെയുള്ളവരുടെ പഠനം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഈ കാലഘട്ടം, അപ്പോൾ അത്രയും മിനിമം 300-400. അത് മാത്രമല്ല, ആ വായിച്ചെടുക്കുന്നതിൽ നിന്ന് ആളുകൾ ആരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവരുടെ വിശേഷം, ഇപ്പോൾ പൊന്നാനി ഈ താനൂര് ഭാഗത്തുള്ള വലിയ ഒരു പള്ളിയിൽ അവിടെ ഒരു കപ്പിത്താൻ്റെ പിന്നെ ക്യാപ്റ്റൻ്റെ അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട്. ആ അറബിയിലാണ് എഴുതിയിട്ടുള്ളത്. അതൊരു 13-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ടുള്ള. കാരണം വെച്ചാൽ ആ അറബി എഴുത്തിൽ ലിപിൻ്റെ കാലഗണന ഇത് ഇന്ന ഒരു കപ്പിത്താൻ്റെ ഖബറാണ്. അങ്ങനെ അത്രയും മുസ്ലിം കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം എന്നുള്ളതും സമ്പന്നമായ ചരിത്രത്തിൽ അത്രയധികം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ജൈവികമായ ഹെറിറ്റേജുകൾ, ഖബർ തന്നെ മാത്രം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് പള്ളികൾ. ഉദാഹരണത്തിന് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആവിർഭാവത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് 2-3 പള്ളികൾ. ഒന്ന് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പള്ളി, അത് 7-ാം നൂറ്റാണ്ടില്. അതേപോലെ തന്നെ കാസർഗോഡ് തളങ്കരയിലെ പള്ളി. ഇതൊക്കെ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്തുള്ള പള്ളികളാണ്. നിലാമുറ്റം പള്ളി ഇതൊക്കെ. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന കോട്ടയത്തെ താഴത്തങ്ങാടി പള്ളി, അത് 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മൾ 12 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളാണ് മുസ്ലിം സമൂഹത്തിന്റെ ഒരു സാമ്പത്തികമായ ഒരു ഫ്ലറിഷിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അവർ ഒരു വലിയ ഡോമിനന്റ് ട്രേഡിംഗ് ഗ്രൂപ്പായിട്ട് മാറുന്നു.
അതിന്റെയൊക്കെ അടയാളങ്ങൾ നമുക്ക് കോഴിക്കോട് മിഷ്കാൽ പള്ളി കാണാം. 13-ാം നൂറ്റാണ്ടിൽ കൊച്ചുന്തി പള്ളി. ഇതൊക്കെ നഹൂദ മിഷ്കാൽ എന്ന് പറയുന്നത്, നഹൂദ എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ എന്നുള്ളതിന്റെ അറബി വേർഡാണ്, സ്രാങ്ക് എന്ന് നമ്മൾ പറയുന്നതിന്റെ അറബി വേർഡ്. അപ്പോൾ ആ പുരോഗമതിയുടെ അടയാളങ്ങൾ ഈ പള്ളികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ പൊന്നാനി 12-ാം നൂറ്റാണ്ടിലെ തോട്ടുങ്ങപ്പള്ളി, പിന്നെ 15-ാം നൂറ്റാണ്ട് മുതൽ 1663 വരെ, 1498 മുതൽ 1663 വരെ എന്ന് പറഞ്ഞാൽ ഈ പോർച്ചുഗീസ് പീരീഡാണ്. അവരുമായിട്ടുള്ള നിരന്തര പോരാട്ടം, സംഘർഷം. ആ സമയത്താണ് പള്ളികൾ ധാരാളം ആക്രമിക്കപ്പെട്ടത്. പൊന്നാനി വലിയ പള്ളി പോർച്ചുഗീസ് ആക്രമണം 3 തവണ നേരിട്ട പള്ളിയാണ്. കോഴിക്കോട് മിഷ്കാൽ പള്ളി. അപ്പൊ ആ കാലഘട്ടത്തിലുണ്ടായ പൊന്നാനിയിലെ പള്ളി 1519-20 കാലത്താണ്. ചെമ്പിട്ടപ്പള്ളി ഏതാണ്ട് ആ കാലത്താണ്. അപ്പൊ ഇങ്ങനെ ആ പള്ളികൾ ആ കാലഘട്ടത്തെ, പൊന്നാനിയിലെ മിസ്രി പള്ളി എന്ന് പറയുന്നത് 1507 ബാറ്റിൽ ഓഫ് ചാവൾ ഉണ്ട്. അത് 3 സഖ്യാണ്. ഒന്ന് സാമൂതിരിയുടെ പോരാട്ടികളായിരുന്നത് കുഞ്ഞാലിമരക്കാർമാരാണ്. രണ്ടാമത്തെ അന്ന് മംലൂക്കി സൽത്തനത്താണ്, ഈജിപ്തിൽ സുൽത്താൻ ഖൻസൂഹുൽ ഗൗരി. അപ്പൊ അവരുടെ സേന. മൂന്നാമത്തെ ഗുജറാത്ത് സൽത്തനത്ത്. ഈ 3 സേനയും കൂടി ചേർന്ന ഒരു സംയുക്ത നേവൽ സഖ്യമാണ്, ഒരു അന്താരാഷ്ട്ര നയതന്ത്ര സഖ്യമാണ്. ആ സഖ്യമാണ് പോർച്ചുഗീസുകാരെ നേരിടുന്ന 1500. അപ്പൊ അതിനുവേണ്ടി ഈ ഈജിപ്തിൽ നിന്ന് അമീർ ഹുസൈൻ കുർദി എന്ന് പറയുന്ന ഈ മംലൂക്ക് സുൽത്താൻമാരുടെ ജിദ്ദയിലെ ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വരികയാണ് വലിയ പടയാളികൾ, കടൽ പടയാളികൾ. അപ്പൊ അവര് പൊന്നാനിയിൽ താമസിച്ച സ്ഥലവും അവരുണ്ടാക്കിയ പള്ളിയാണ് മിസ്രി പള്ളി. മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംരക്ഷിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ആ കാലത്തെ, ആ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ആ കാലത്തെയും പള്ളികൾ അടയാളപ്പെടുത്തുന്നു. നിങ്ങൾ നോക്കൂ, അതിനുശേഷം 1663 മുതൽ 1766 വരെ ടിപ്പു അല്ലെങ്കിൽ മൈസൂർ സുൽത്താനന്മാർ വരുന്ന കാലഘട്ടം വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മാപ്പിള സമൂഹത്തിന്റെ തകർച്ചയുടെ ഒരു കാലഘട്ടവും മാസ് മൈഗ്രേഷനാണ്. അപ്പൊ നമ്മുടെ മലപ്പുറം പള്ളി, അവിടുത്തെ ഖാലി ഹൗസ്, ഈ ഒരു മൈഗ്രേഷൻ, പൊന്നാനിയിൽ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്ന ആ മൈഗ്രേഷന്റെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ പയ്യനാട്, മഞ്ചേരി, ഉൾപ്രദേശങ്ങൾ, ആ പള്ളിയുടെ ഒക്കെ കാലയളവ് ഏതാണ്ട് ആ ഒരു പീരീഡ് ആയിരിക്കും, ആ ഒരു മൈഗ്രേഷൻ ഘട്ടത്തിലായിരിക്കും. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു എബ് ആൻഡ് ഫ്ലോ ഉണ്ടല്ലോ, അതിന്റെ ഒരു പതനവും ഉത്ഥാനവും പിന്നീടുള്ള തിരിച്ചുവരും, ഇതിനെല്ലാം പള്ളികൾ. അതായത് നമ്മൾക്ക് സത്യത്തിൽ ഈ ചരിത്രത്തെ മനസ്സിലാക്കാനുള്ള ആധാരങ്ങളുടെ ഭാഗമായി ലൈവായി നിലനിൽക്കുകയാണ്. അപ്പൊ ഈ ഖബറ് ഇപ്പൊ ഇതുപോലെ നിലനിൽക്കുന്ന പോലെ പള്ളികൾ, അപ്പൊ അതിന്റെ കാലഗണന, ഇതൊക്കെ ഈ അർത്ഥത്തിൽ ഇപ്പൊ മാത്രമല്ല കേരളത്തെ കുറിച്ചുള്ള, പൗരാണിക കേരളത്തെ കുറിച്ചുള്ള, മുസ്ലിം കേരളത്തെ കുറിച്ചൊക്കെ ഉള്ള എല്ലാ ചരിത്ര പഠന ഭാഗങ്ങളിലും വളരെ നന്നായി ഉപയോഗിക്കാവുന്ന ജൈവികമായ ഉദാഹരണങ്ങളായി നിൽക്കുകയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള സംരക്ഷണം, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, അതിലുള്ള സന്ദർശനം, ഇത് കുറെ കൂടി പറഞ്ഞ ഒരു അതായത് ഈ ചരിത്രത്തെക്കുറിച്ച് കൗതുകമുള്ള ജനതയെ, അതിൽ അക്കാഡമീഷ്യന്മാര് മാത്രമല്ല, അവർക്ക് എല്ലാവരും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന, പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് ഈ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനം, അവയെ തിരിച്ചറിയൽ. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ ഈ പള്ളി ഈ പള്ളികളിലേക്ക് മാത്രം ഒന്നിപ്പോ കോഴിക്കോട് ഇവിടെ കുറ്റിച്ചിറ പോകുന്നു, അതല്ലെങ്കിൽ അവിടുന്ന് പൊന്നാനി പള്ളി പോകുന്നു, പിന്നീട് മലപ്പുറം വലിയ വെങ്ങാടി ശോധാ പള്ളി പോകുന്നു, പയ്യനാട് പള്ളി, ഇങ്ങനെയൊക്കെ പോകുന്നതോടുകൂടി ഈ ഒരു കാലഘട്ടങ്ങൾ, കേരളത്തിന്റെ കഴിഞ്ഞ കാലഘട്ടം, ഒപ്പം അധിനിവേശ വിരുദ്ധ കാലഘട്ടം, ഒപ്പം മുസ്ലിം സമുദായത്തിന്റെ തന്നെ ഉത്ഥാന പതനങ്ങളുടെയും സാമ്പത്തികമായ വളർച്ചയുടെയും മേന്മയുടെയും തകർച്ചയുടെയും ഒക്കെ ആ പള്ളികൾ, അതിന്റെ അകത്തുള്ള എഴുത്തുകൾ, പള്ളികൾ കുറച്ചും കൂടി സപ്ലിമെന്ററി ഡീറ്റെയിൽസും കൂടി പ്രൊവൈഡ് ചെയ്യും. ചില പള്ളികൾ പഴയ ടെക്സ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും, പഴയ മാനുസ്ക്രിപ്റ്റുകൾ, ഇതെല്ലാം. അപ്പൊ ഈ ചരിത്രത്തെ നമുക്ക് കൂടുതൽ വ്യാഖ്യാനിക്കാവുന്ന കഴിയുന്ന സപ്ലിമെന്ററി മെറ്റീരിയലുകൾ കൂടി തീർച്ചയായും. ഈ പള്ളി ദർസുകൾ, അതിൽ പ്രത്യേകം പറയേണ്ടത് താനൂര്, പിന്നെ ഇസ്ലാമുലും അറബി കോളേജിൽ നിൽക്കുന്ന അവിടുത്തെ പള്ളി, ആ പഴയ പള്ളി, അത് ഏറെക്കുറെ ആ പള്ളിയിലുള്ള അതെ അത് ഏറെക്കുറെ ഒരു 1000 പിന്നെ ഏറെക്കുറെ 900 ചില്ലാനും കൊല്ലം മുമ്പുള്ള കയ്യെഴുത്ത് പ്രതി. അതൊരു ഏറെക്കുറെ ഹിജ്റന്റെ ആദ്യഘട്ടത്തിൽ അവിടെ വന്ന ഒരു യമനി പണ്ഡിതൻ, അദ്ദേഹം ആ കയ്യെഴുത്ത് ആ പുസ്തകത്തിൽ എഴുതിയ കാലഗണന ഉണ്ട്. പക്ഷെ അവിടെ ഉള്ളപ്പോ പുതിയ ഗവേഷകർ പറഞ്ഞു അത് തന്നെ അദ്ദേഹം അതിൽ സപ്ലിമെന്ററി ആയിട്ട് എഴുതിയതാണ്. അപ്പൊ അതിനും എത്രയോ അതിന്റെ ആക്ച്വൽ കാലഗണന അല്ല, ആ കയ്യെഴുത്ത് വന്നത് തന്നെ അത്രയും 700-900 വർഷം മുന്നെയാണ്. അപ്പം അതിനു മുമ്പേ ഉള്ള കഴുത്ത് പ്രതികൾക്ക് അത്രയും, അത് കേരളത്തിൻ്റെ ചരിത്രത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സമ്പന്നമായ ചരിത്ര ശേഷിപ്പുകൾ ഈ അർത്ഥത്തിൽ പള്ളികളും അതിനായിട്ട് ബന്ധപ്പെട്ടും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അധിനിവേശം ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടത് പള്ളികളെ ആവാനുള്ള കാരണം അതോ? ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മിഷ്കാൽ പള്ളിയുടെ കാര്യം പറഞ്ഞു, പിന്നെ പൊന്നാനിയിലെ പള്ളി, ഇവിടെ
ചെറുവാടിയിലെ പള്ളി, അതെ, പിന്നെ പറവണ്ണ പള്ളി, ഒതായിലെ പള്ളി. ഒതായിലെ പള്ളിയിലേക്ക് 921 മുകളിൽ നിന്ന് ബോംബിടുക ചെയ്ത് ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എത്രയോ പള്ളികൾക്ക് നേരെ ആക്രമണം, പള്ളിയുടെ സ്വത്ത് പിടിച്ചെടുക്കല്. ഇങ്ങനെ ഒരുപക്ഷെ ഈ പള്ളികൾ എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ പൈതൃകത്തിന്റെ ഒരു സൂക്ഷിപ്പ് കേന്ദ്രങ്ങളാണ്, അല്ലെങ്കിൽ സ്വയം സംസാരിക്കുന്ന ഇടങ്ങളാണ് എന്ന അർത്ഥത്തിൽ കൂടി ആവില്ലേ ഒരുപക്ഷെ അധിനിവേശം ഇതിന് പ്രത്യേകമായി ലക്ഷ്യമിട്ടത്? തീർച്ചയായും. ഇപ്പൊ ഈ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ബ്രിട്ടീഷ് അധിനിവേശമാണ് കുറെ കൂടി രേഖപ്പെടുത്തപ്പെട്ട, നമുക്ക് ആക്ച്വൽ ചരിത്രത്തിന്റെ ഏറ്റവും പുതിയ രീതികൾ വെച്ച് നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്നത്. അത്രയൊന്നും കഴിയാത്തൊരു സ്ഥലമാണ് ഈ പോർച്ചുഗീസുകാരുടെ അധിനിവേശം 14, 15, 16 നൂറ്റാണ്ടുകളിൽ. ഈ സമയത്താണ് അതിവ്യാപകമായി പള്ളികളും മറ്റൊക്കെ ആക്രമിക്കുകയും തകർക്കുകയും. മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ ഈ മഹത്തായ മാപ്പിള സാഹിത്യ അതിൽ അവർ രേഖപ്പെടുത്തുന്ന പ്രകാരം ഈ പോർച്ചുഗീസ് അധിനിവേശം ഉണ്ടാക്കിയത് മുസ്ലിങ്ങളുടെ സാമ്പത്തികവും അവരുടെ സൈനികവുമായി മാത്രമല്ല, അവരുടെ സാംസ്കാരിക ചിഹ്നങ്ങളെ കൂടി വലിയ തോതിൽ അന്നുണ്ടായിരുന്ന ഒട്ടേറെ സാഹിത്യകൃതികൾ, കാവ്യങ്ങൾ, പുസ്തകങ്ങൾ, വലിയ അത് പലതും ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി ലിസ്ബൺ അങ്ങോട്ട്, അതുപോലെ അങ്ങോട്ട് പോർച്ചുഗീസിലേക്ക് അവർ കടത്തിക്കൊണ്ടുപോയി അതിന് പുറമെ അവർ തീയിട്ട് നശിപ്പിച്ചു. ഇപ്പോൾ കുഞ്ഞാലിമരക്കാർ സൈന്യത്തിനും പലരും ഇവർ തീയിട്ട് നശിപ്പിച്ചു, അവിടെ നശിപ്പിച്ചു എന്ന് പറഞ്ഞത് അത് മാത്രമല്ല, അവരുടെ ഗ്രന്ഥപ്പുരകൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ പൊന്നാനി വെളിയങ്കോട് ഭാഗത്തൊക്കെ അന്നുണ്ടായിരുന്ന പലതും ഈ നശിപ്പിക്കുന്നത് ഈ സാംസ്കാരികമായ മുസ്ലിങ്ങളുടെ ശേഷിപ്പുകളെ കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ സമ്പന്നമായ ഒരു പാരമ്പര്യവും ഹിസ്റ്ററിയും അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ ഇതിന് മുഹിദ്ദീൻ മാലയെ കുറിച്ച് പറയുന്ന ഒരു സാധനം തന്നെ, അത് ഏറ്റവും പഴകിയ അറബി മലയാളത്തിന്റെ കൃതി അപ്പൊ അതിൽ ഏറ്റവും പ്രധാനം ലഭ്യമായതിൽ അത് അതിന്റെ അർത്ഥം ഉണ്ടാവും. മാത്രമല്ല അത് വാമൊഴിയായി നിലനിന്നുകൊണ്ടാണ് അതിന്റെ ടെക്സ്റ്റൽ രൂപം അവർ കത്തിച്ചു കളഞ്ഞെങ്കിലും, ആ അർത്ഥത്തിലുള്ള ഫിസിക്കലായ സാധനം കത്തിച്ചു കളഞ്ഞെങ്കിലും വാമൊഴിയിലൂടെ അത് തുടർന്നുകൊണ്ടാണ്. അപ്പൊ അതുപോലെ ഇപ്പൊ കബറുകള് അല്ലെ ഈ പള്ളിന്റെ പല ഭാഗങ്ങളും ഇവർക്ക് തൊടാൻ പറ്റാതെയോ അല്ലെങ്കിൽ വേറെ പല കാരണങ്ങളാൽ കൊണ്ട് നശിപ്പിക്കപ്പെടാതെ നിന്നുകൊണ്ടാണ് പലതും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവരൊരു തരത്തിലുള്ള ഓർമ്മകളും ഇവിടെ സംരക്ഷിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പോൾ തന്നെ വിപ്ലവകാരികളുടെ മയ്യത്തുകൾ അവർ കത്തിച്ചു. ഷെയ്ദ് വാര്യംകുന്നന്റെ മൃതദേഹം അത് എവിടെയാണ് കത്തിച്ചതെന്ന് പോലും ലഭ്യമല്ലാത്ത വിധം നശിച്ചു. അങ്ങനെ പൊതുവെ ഈ നമ്മുടെ പരിസരത്തിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും ഓർമ്മിക്കപ്പെടരുത്, അടയാളമായി ഇവിടെ ശേഷിക്കരുത് എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന്റെ ഒരു പദ്ധതിയാണ്. അതിന് സമാന്തരമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവര് കുറെ സ്മാരകങ്ങളെ ഇവിടെ സമാന്തരമായി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മതി, നിങ്ങൾ ഓർത്താൽ മതി എന്നുള്ള അധികാരം എപ്പോഴും അങ്ങനെയാണല്ലോ. ആളുകൾ ഏത് ഓർക്കണം എന്നുള്ളത് അവരാ തീരുമാനിക്കുക, ഏത് ഓർക്കേണ്ടതില്ല എന്നുള്ളതും അവരാണ് തീരുമാനിക്കുക. അപ്പോൾ കൊളോണിയൽ സ്മാരകങ്ങൾ, ഇപ്പോൾ മലബാറിലെ ഹെറിറ്റേജുകൾ, ഇപ്പോൾ നമ്മൾ പള്ളി കബറുകളൊക്കെ പറയുമ്പോൾ തന്നെ മലബാറിലെ ഹെറിറ്റേജുകളുടെ ഒരു പ്രധാന ഒരു ഇനമാണ് കൊളോണിയൽ സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊളോണിയൽ സ്മാരകങ്ങൾ പല രൂപത്തിലുണ്ട്. ഒന്ന് ഈ സ്മാരകങ്ങളും സ്തൂപങ്ങളായിട്ട് നിലനിൽക്കുന്ന ഇപ്പോൾ കോഴിക്കോട് SP ഓഫീസിന് മുമ്പിലുള്ള 1921 23 അധിനിവേശ സേനയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്മാരകമുണ്ട്. ഇപ്പോഴും നമ്മളെ നോക്കി പള്ളി വിളിച്ച് നിൽക്കുന്ന ഒരു സ്മാരകമാണ്. അങ്ങനെ ഒട്ടേറെ സ്മാരകങ്ങളുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാത്ത സ്മാരകങ്ങൾ, ഇപ്പോൾ കനോലി കനാല്, അതേപോലെ കനോലി പ്ലോട്ടിന്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോ കനോലി എന്ന് പറയുന്ന അന്നത്തെ മലബാർ കളക്ടറുടെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ഒരു ചാത്തുണ്ണി എന്ന പേരുള്ള പ്ലാൻ ചെയ്താണ്. ഇന്നത്തെ കളക്ടർ ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യാൻ ഉത്തരവിടുന്നു ഒരു സ്ഥലത്ത്, ഈ കളക്ടറുടെ പേരിൽ ആ പ്ലോട്ട് അറിയപ്പെട്ട എങ്ങനെ ഉണ്ടാവും? അത്രമാത്രം പരിഹാസ്യമാണത്. പക്ഷെ നമ്മളിപ്പോ ഇന്നും ഒരു ആദരവോട് കൂടി കനോലി പ്ലോട്ട്, കനോലി കനാൽ, കോഴിക്കോട്ടിന്റെ ഒരു ഔദ്യോഗിക ചരിത്രകാരൻ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു കക്ഷി കുറച്ചു മുമ്പ് ഒരു ഓൺലൈനിൽ എഴുതിയതാണ്, കനോലിക്ക് ഒരു സ്മാരകം ഇവിടെ വേണം, കാരണം ഫ്ലക്സുകളിൽ ജീവിക്കുന്ന ആളല്ല, ഇദ്ദേഹം സമൂഹത്തിന് വലിയ സംഭാവന ചെയ്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനോലി അത് ദേശദ്രോഹികളാലും മതഭ്രാന്തന്മാരാലും കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ കേരള ഹിസ്റ്ററി കോൺഫറൻസിലേക്ക് അദ്ദേഹം വലിയ പണ്ഡിതനായിട്ട്, ചരിത്ര പണ്ഡിതനായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് കണ്ടു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു, അതേപോലെ തന്നെ ഇതിൽ കനോലി പറഞ്ഞോണ്ട് കനോലിന്റെ കാര്യത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര വൈകാരികമായ ഒരു സാധനം. കാരണം അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഈ കനോലി ഫാമിലി, അതിൽ തന്നെ പെട്ട ഇയാളുടെ ഒരു സഹോദരനാണ് ഈ മധ്യപൂർവേഷ്യ, ആഫ്രിക്കൻ മേഖല, അതുപോലെ തന്നെ അറബ് മെഡിറ്ററേനിയൻ ഭാഗത്തൊക്കെ ഉള്ള ബ്രിട്ടീഷ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ഭൗമശാസ്ത്രപരമായ, പ്രത്യേകിച്ച് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭാവനകൾ ചെയ്ത് അങ്ങനെ ചെയ്തു കൊടുത്ത ആളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അതെ, അപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരൻ. അപ്പോൾ ഈ കുടുംബം മൊത്തത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനും അവർക്ക് ദാസ്യവേല ചെയ്തവരാണ്. ആ ദാസ്യവേല ചെയ്തവരിൽ പ്രധാനപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ കനോലി അന്ന് കൊല്ലപ്പെട്ട 1854 മറ്റോ ആണ് കൊല്ലപ്പെടുന്നത്.
പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അത് ഇവർക്കുണ്ടാക്കിയ ആഘാതം എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം കൊല്ലപ്പെട്ട് പിന്നീട് ഏറെക്കുറെ 30-40 കൊല്ലം കഴിഞ്ഞിട്ട് 1889-90 ബ്രിട്ടനിൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങൾ, അതായത് അയാൾ ഏറെക്കുറെ 50-40 വർഷത്തിന്റെ അടുത്ത് ഇയാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടും മലബാറിനെ കുറിച്ച് അവിടുത്തെ ഒരു സംഭവത്തെ കുറിച്ച് പറയുമ്പോഴും അന്ന് കനോലിയെ കൊന്ന ക്രൂരന്മാരായ ആളുകൾ എന്ന് സൂചിപ്പിക്കണം. അതായത് ഒരു 30-40 വർഷം കഴിഞ്ഞിട്ടും അവരുടെ ഈ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഓരോ വലിയ ആ ഉന്നതിനെ കുറിച്ചുണ്ടല്ലോ, അതിന്റെ ആ വേദന സങ്കടം അവർക്ക് തീരുന്നില്ല, കനോലിനെ കൊല്ലാൻ ധൈര്യപ്പെട്ട ആളുകൾ എന്നുള്ളതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കനോലി പ്ലോട്ടൊക്കെ അങ്ങനെ നിലനിൽക്കണം. അതെ, അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘടകം കൂടി ഈ ഇവരുടെ വലിയൊരു മഹിമന്റെ ഭാഗമായി അതിന്റെ അഭിമാനത്തിനേറ്റ ശതം എന്നുള്ള നിലക്ക് അതിനുള്ള പ്രതികാരമായിട്ടാണ് സത്യത്തിൽ ഈ പറഞ്ഞ ചെയ്ത് സമ്മതിക്കാം. നമ്മള് അത് പേര് നിലനിർത്തുന്നത് ഒരു പരിധി വരെ സമ്മതിക്കാം. പക്ഷെ അതിനൊരു വലിയ ആരാധനയോട് കൂടി ഇപ്പൊ ചില ആളുകൾ പറയലുണ്ടല്ലോ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണ് പാലം, ബ്രിട്ടീഷുകാർ റെയിൽ പാത ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ വികസനം ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ഏത് ഭരണകൂടം അധിനിവേശ ഭരണകൂടം ചെയ്യുമ്പോൾ അവർക്ക് ബ്രിട്ടീഷുകാർ ഇപ്പൊ റെയിൽ പാത ഉണ്ടാക്കിയത് നമ്മളെ സേവിക്കാനും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയല്ലല്ലോ, അവര് ഇവിടുത്തെ സാധനങ്ങളും മരങ്ങളും കടത്താൻ വേണ്ടിയാണ്. അവര് പാലം ഉണ്ടാക്കിയത് അവരുടെ ട്രക്കുകൾക്കും വണ്ടികൾക്കും പോകാൻ വേണ്ടിയാണ്. അപ്പോ അതിനൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഭരണകൂടങ്ങളുടെ ഒരു നിസ്സംഗ നിലപാടിനെയും ഇവരുടെ വികസനമില്ലായ്മയൊക്കെ താരതമ്യപ്പെടുത്തി ബ്രിട്ടീഷുകാരുണ്ടായിരുന്നെങ്കിൽ, ഇത് ഫ്രാനോ പറയുന്നത് ഇതിന് കൊളോണിയൽ ഡോഗ്മ എന്നാണ് ഫ്രാനോ പറയുന്നത്, അവര് വളരെ നല്ലവരായിരുന്നു, അവര് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് വലിയ രീതിയിൽ വികസിക്കുമായിരുന്നു. ഇപ്പൊ ഈ കനോലിയെ കുറിച്ച് പറയുമ്പോൾ കനോലി ആരായിരുന്നു? മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്ന് പറയുന്ന ഡ്രക്കോണിയൻ ലോ കൊണ്ടുവന്ന ആളാണ്, എത്രയോ ആളുകളെ കൂട്ടക്കുരുതി നടത്തിയ ആളാണ്, മമ്പുറം ചെയ്ത് ഫضൽ തങ്ങളെ നാട് കടത്താൻ ഉത്തരവിട്ട ആളാണ്. അപ്പൊ അങ്ങനെ ഈ നാടിന്റെ ചരിത്രത്തില് സത്യം പറഞ്ഞ ഒരു ക്രൂരനായ നരാധമനാണ് അയാൾ. അയാളെ നമ്മൾ പൂവിട്ട് പൂജിക്കുന്നുള്ള. അപ്പൊ കൊച്ചിയില് മട്ടാഞ്ചേരിയില് പോയാല് വാസ്കോഡഗാമ സ്ക്വയർ കാണാം. കോഴിക്കോട് കാപ്പാട് ബീച്ച് കുറച്ചു മുമ്പ് വിവാദം ഉണ്ടായിരുന്നു. കാപ്പാട് ബീച്ച് ഇവർ നവീകരിച്ചു പഞ്ചായത്ത്, എന്നിട്ട് അതിന് അവര് പേരിട്ടത് വാസ്കോഡഗാമ മെമ്മോറിയൽ ബീച്ച്. എങ്ങനെയുണ്ട്? നമ്മൾ ചെറുപ്പകാലത്തൊക്കെ പാഠപുസ്തകങ്ങൾ പഠിച്ചിരുന്നത് വാസ്കോഡഗാമ ഇവിടെ നമ്മുടെ നാട് കണ്ടെത്തുകയും നമ്മുടെ നാടിന് ലോകത്തിന് മുമ്പ് പരിചയപ്പെടുത്തുകയും ചെയ്ത ആളാന്നുള്ള. അപ്പൊ ഈ കൊളോണിയലിസം എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിക്കും. പക്ഷെ അത് നമ്മൾ എന്ന് പറയുന്നത് കൊളോണിയൽ ഈ ഡോഗ്മയെ വല്ലാണ്ട് ആന്തരികവൽക്കരിച്ച ഒരു സമൂഹം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ എപ്പോഴും അപ്പൊ ഈ ഹെറിറ്റേജിനെ കാണുമ്പോൾ കൊളോണിയൽ ഹെറിറ്റേജിനെ നമ്മളത് പൊളിച്ചു കളയണമെന്നല്ല പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അപഗ്രഥനം ചെയ്യും. അവിടെയും നമ്മൾ ഹെറിറ്റേജ് സന്ദർശനങ്ങൾ നടത്തണം. പക്ഷെ നമ്മൾ അവിടെ പഠിക്കേണ്ടത് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രമാണെന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പൊ ഈ ഹെറിറ്റേജ് എന്നുള്ളവർക്ക് നമ്മളുടെ ജൈവികമായ ഈ പ്രതിരോധത്തിന്റെ പാഠങ്ങളെ അടയാളങ്ങൾ ഉണ്ട്, ഒപ്പം അതിന്റെ ശത്രുവിന്റെ അധിനിവേശകരുടെ അടയാളങ്ങളുണ്ട്. അതിന് അങ്ങനെ തന്നെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള പുതിയ കാലത്ത് MSP അതിന്റെ ഒരു ഉദാഹരണം. ഈ മലബാർ സമരത്തിന്റെ ഒരു കൊളോണിയൽ വേർഷൻ MSP പോയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി, രാസവസ്തുക്കള്, നമ്മളെ മാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച മാപ്പുകള്, നമ്മളെ സ്പോട്ട് ചെയ്യാൻ ഉപയോഗിച്ച മാപ്പുകള്, ഇങ്ങനെ പല സാധനങ്ങളും വടിയും കുന്തും കോടാലിയൊക്കെ അവിടെ കാണാൻ കഴിയും. അത് നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ അർത്ഥത്തിൽ സെൻസിബിലിറ്റി അതിൽ വളരെ ഘടകമാണ്. അതിലും ഈ ഒരു കൊളോണിയൽ വേർഷനെ നമുക്ക് മലബാർ പോരാട്ടത്തിന്റെ കൊളോണിയൽ വേർഷനെ മനസ്സിലാക്കാൻ അത്തരം സംഗതികളുണ്ട്. ഇതോടൊപ്പം തന്നെ കൊളോണിയലിസം ഈ ചില ഓർമ്മകളെ നിയന്ത്രിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, സ്മാരകങ്ങൾ ഏത് വേണം, ഏത് നിലനിൽക്കണം എന്ന്. അതേപോലെ തന്നെയാണ് കൊളോണിയലിസത്തിന്റെ ബാക്കി പതിപ്പായ ഫാഷിസം ആധുനിക കാലത്ത് ഏത് ഓർമ്മകൾ ഇവിടെ നിലനിൽക്കണം, ഏത് നിലനിൽക്കണ്ട എന്ന് കൃത്യമായി തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിലെ സ്മാരകങ്ങളെ, ഇപ്പോൾ മധ്യകാല നൂറ്റാണ്ടിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇന്ത്യയിലെ സാമൂഹിക രൂപവൽക്കരണത്തിൽ, ഇന്ത്യയുടെ ചരിത്ര രൂപവൽക്കരണത്തിൽ വഹിച്ച പങ്കിൻ്റെ നേരടയാളങ്ങളാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ കാണുന്ന പള്ളികൾ, പിന്നെ ഖബറുകൾ, ഖാൻകാഹുകളൊക്കെ. ഇതിനെ ഒന്നൊന്നായി കയ്യേറുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിനു മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബാബരി മസ്ജിദ് നൂറ്റാണ്ടുകൾ അവകാശവാദം ഉന്നയിക്കുകയും തകർക്കുകയും ചെയ്തു. ഗ്യാൻവാപ്പി പള്ളി, മധുര ഷാഹി മസ്ജിദ്, അതേപോലെ ഡൽഹിയിലെ മെഹ്റോള പള്ളി 600ഓളം വർഷമുള്ള പള്ളി തകർത്ത് കളഞ്ഞു. ഇങ്ങനെ സ്മാരകങ്ങളെ അവർക്ക് വിശ്വാസപരമായ താല്പര്യമൊന്നും അവിടെ ഇല്ല. അവിടെ കൃഷ്ണൻ ജനിച്ചതാണെന്നോ രാമൻ ജനിച്ചതാണെന്നുള്ള അതൊക്കെ വളരെ സെക്കൻഡറി ആയി പുറമേക്ക് പറയുന്ന കാര്യങ്ങളും ജനങ്ങളെ അടിസ്ഥാനപരമായ താല്പര്യം ഈ ഹെറിറ്റേജുകളൊക്കെ സ്വയം സംസാരിക്കുന്ന ചരിത്രമാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ വളർച്ചയുടെ, അവർ ഈ നാട് നൽകിയ സംഭാവനയുടെ സംസാരിക്കുന്ന ചരിത്രങ്ങളാണ് ഇവ. എന്നാൽ അതുകൊണ്ട് ആ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പലതരം എഫേർട്ട് അവർ നടത്തുന്നുണ്ട്. പാഠപുസ്തകങ്ങൾ, NCERT സിലബസിന്റെ കാര്യം പറഞ്ഞില്ലേ, പാഠപുസ്തകം നീക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മലബാർ സമരത്തിലെ പോരാളികളെ വെട്ടിമാറ്റിയത് അത് അതിന്റെ വലിയൊരു ഉദാഹരണം. അപ്പോൾ ഓർമ്മകൾ ഏത് വേണം
ഏത് വേണ്ടാന്ന് കൊളോണിയലിസം തീരുമാനിക്കുന്നില്ല. അല്ല, അത് പല തരത്തിൽ. ഇപ്പോൾ മലബാർ സമരം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നതാണ് മലബാർ വിപ്ലവത്തിൽ ആലി മുസ്ലിയാർ ഒന്നാമത്തെ. അപ്പോൾ ആലി മുസ്ലിയാരുടെ ഖബർ കോയമ്പത്തൂർ ജയിലിൽ നിന്ന് അവരെടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അനഫി പള്ളി, അവിടെയാണ് പോരാളികളുടെ ഖബറുകളൊക്കെ മറവ് ചെയ്ത്. പക്ഷെ ഇപ്പം നമ്മൾ 2-3 തവണകൾ പോയി സന്ദർശിച്ചപ്പോൾ ആലി മുസ്ലിയാരുടെ ഖബർ എവിടെയും കാണുന്നില്ല. അപ്പോൾ അത് പറയുന്നത് അവിടെ പള്ളിയിലുള്ള അന്നത്തെ ഒരാൾ നമ്മളോട് സ്വകാര്യമായി പറഞ്ഞത്, പള്ളിൻ്റെ മുൻഭാഗമുണ്ട്, മുൻഭാഗത്ത് ഇപ്പോൾ വേറെ കുറേ സംവിധാനം വികസിപ്പിക്കുന്നുണ്ട്, ഇവിടെ കുറേ ഖബറുകൾ ഉണ്ടായിരുന്നു. അത് അയാൾക്ക് ആലി മുസ്ലിയാറിന് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ ഈ കോയമ്പത്തൂർ ജയിലിൽ തടവുകാരായിരുന്ന കുറേ ആളുകളുടെ ഖബറുകളായിരുന്നു. അതിപ്പോൾ അവിടെ നിരപ്പാക്കിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം. ഇത്ര കാരണം അപ്പൊ എനിക്ക് അതിൽ അത്ഭുതം തോന്നില്ല. കാരണം എങ്ങനെയെങ്കിലും, കാരണം ഭരണകൂടം ഈ പല അർത്ഥത്തിലാവാം. ഇപ്പൊ 21 ഉണ്ടായിരുന്ന ആളുകളുടെ ഇപ്പൊ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജി കൊടുത്ത രേഖകളുണ്ടല്ലോ, ഈ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ സീല് പതിപ്പിച്ച ഏതെങ്കിലും അർത്ഥത്തിലുള്ള രേഖകൾ, അതിലവർക്ക് കിട്ടിയതൊക്കെ ഒരു കത്തിച്ചു കളഞ്ഞു. പക്ഷെ പിന്നീട് 1930 വരെ ബ്രിട്ടീഷ് ഭരണകൂടം അവരുടെ ഏജന്റുമാർ ആരെങ്കിലും കൈക്കൽ, ഇപ്പൊ അവർ കൊടുത്ത പാസ് ഉണ്ടല്ലോ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള, അത് മുഴുവൻ ഏറെക്കുറെ പിന്നീട് ഒരു 9 വർഷം പൈസ കൊടുത്തും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ആയിട്ട് ഈ ഇല്ല. അപ്പൊ അതിപ്പോ ആ ഒരു ധാരണ നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആലി മുസ്ലിയാരുടെ ഖബർ അപ്പൊ ആദ്യം പള്ളി കമ്മിറ്റിയോട് ചോദിച്ചപ്പോൾ ഖബർ ഉൾഭാഗത്തുണ്ടാണ്. ഉൾഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ പിന്നീട് ആദ്യം 1960-കളിൽ ഇത് സന്ദർശിച്ചപ്പോൾ ആലി മുസ്ലിയാരുടെ പേരക്കുട്ടി മുഹമ്മദ് അലി മുസ്ലിയാരെ ഞാൻ നേരിൽ കണ്ടിരുന്നു. അദ്ദേഹം മരിക്കുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ കണ്ടിട്ട് പാപ്പാന്റെ ഖബർ കണ്ടിട്ടുണ്ട്, പള്ളിന്റെ മുന്നിൽ തന്നെയാണെന്ന് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട്. പിന്നെ വേറെ 1-2 ആൾക്കാർ 1980-കളിൽ പോയി കണ്ടവരുണ്ട്. അപ്പൊ ഏതായാലും ആ പൊസിഷനിലോ ആ സ്ഥലത്തോ അത് കാണുന്നില്ല. അപ്പൊ ഇനി മാത്രമല്ല അതിപ്പോ ഉണ്ടെങ്കിൽ അത് കാണില്ല. അപ്പൊ ഈ അർത്ഥത്തിൽ അത് വളരെ പ്രധാനമായി നിൽക്കേണ്ട ഒരു സാധനം പോലും ഈ പറഞ്ഞ മാതിരി ഹെറിറ്റേജ് ഉണ്ടാവുക എന്നുള്ളതും അതിനെ കാണുക എന്നുള്ളതും ഈ അർത്ഥത്തിൽ അത് മാസിനെ ആകർഷിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓർമ്മകളെ കത്തിജ്വലിപ്പിക്കുന്ന ഒന്നും അവശേഷിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഫാസിസത്തിന്റെ അജണ്ടയാണ്. അപ്പൊ ഇപ്പൊ പുതിയ കാലത്ത് നടക്കുന്നതും കൃത്യമായി അർത്ഥത്തിലാണ്. ഇതിപ്പോ അത് മാത്രമല്ല, ഇപ്പൊ ചരിത്രം മാത്രമല്ല, മിത്തുകളുടെ കാര്യത്തിലും ഈ ഇവർക്ക് അലോസരം ഉണ്ടാക്കുന്ന മിത്തുകൾ, പരുതലപ്പ്, അയ്യപ്പന് വാവര്, ഇതൊക്കെ ഇവർക്ക് ജനങ്ങളെ റിലേറ്റ് ചെയ്യുന്നതൊന്നും നിലനിൽക്കരുത്. മിത്തുകൾ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്നാണ് യുനെസ്കോ പറയുന്നത്. മിത്തുകൾ അതും ഹെറിറ്റേജ് തന്നെയാണ്. ഹെറിറ്റേജ് തന്നെ, അതെ അതെ. അപ്പൊ ആ അർത്ഥത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ഇനിയും കൈവിടാതെ ഇതിനെ പരിപാലിക്കുക, ആ അർത്ഥത്തിൽ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ചെറിയ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഇപ്പോ ഈ മലബാറിലെ പഴയ പട്ടണങ്ങൾ എങ്ങനെയായിരുന്നു ജനജീവിതം, അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് എങ്ങനെയാണ് അധിനിവേശ സൈനികർ വന്നത്, ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ എത്ര ക്ലാസ് എടുക്കുന്നതിനേക്കാളും അതിന്റെ ഒരു ഉദാഹരണം, ആ പ്രദേശം കണ്ടാൽ, ഒരു സംഗതി കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് കുറെ കൂടി മനസ്സിലാവും. വല്യങ്ങാടിയുടെ ഉദാഹരണമാണ് മൈഗ്രേഷന്റെ ഒരു ശരിക്കും വല്യങ്ങാടിയുടെ അതേ ഒരു റിപ്ലിക്ക പൊന്നാനിയിലും കാണാം. അതെ 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 കൊണ്ടോട്ടി പെരിന്തൽമണ്ണ, വല്യങ്ങാടി, ഇതൊക്കെ കാരണം വെച്ചാൽ ഇത് ഒരു ജനസമൂഹം എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ സാംസ്കാരിക കൈമാറ്റങ്ങൾ എങ്ങനെയുണ്ടായത്, ഇതിനൊക്കെ അടയാളപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് നിലനിർത്തുക, അതിലൂടെ ഈ ഇതിന് തിരിച്ചറിയുക എന്നുള്ളതൊക്കെ പ്രധാനം. ഇപ്പൊ മലപ്പുറം കോട്ടപ്പടിയിലുള്ള ഈ അന്നത്തെ പാറനമ്പിന്റെ കോട്ടവാതിൽ, അപ്പൊ അത് നമ്മൾക്കിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഇപ്പൊ ഞാൻ മലപ്പുറം വലിയങ്ങാടിയിൽ അവിടെ ഭാഗത്ത് ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ മലപ്പുറം പടപ്പാട്ട് പണ്ട് അത് കിസ്സപ്പാട്ട് മാതിരി ഇങ്ങനെ പാടി, അതൊക്കെ പുള്ളിയിൽ ചേക്കോക്ക, അദ്ദേഹം CPM നേതാവായിരിക്കെ തന്നെ ഈ കാതികനായിരുന്നു. അപ്പൊ അവരുടേതും അതല്ലാത്തൊക്കെ ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് ഈ റമദാൻ കാലത്തൊക്കെ ഇങ്ങനെ കേൾക്കും. അപ്പൊ അതിലിങ്ങനെ പറയും, ഈ ഇയാള് വന്ന പിന്നെ ഒരാൾ ചാടി വെട്ടി, അപ്പോ പാറനമ്പി ആണെങ്കിൽ കോട്ടയുടെ മുകൾ നിലയിൽ പുറത്തേക്കുള്ള ജനവാദിന്റെ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടേക്കാണ് അഭ്യാസിയായ ഇയാൾ വന്ന്, അയാളുടെ മാനേജറും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. അപ്പൊ ഇത് അന്ന് ചെറുപ്പത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല, ഇനി എത്രയാണെങ്കിലും. പക്ഷെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഈ കോട്ടപ്പടിയിലെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോട്ടവാതിലാണ് ആ കോട്ടവാതിൽ. അപ്പൊ അത് നോക്കുമ്പോൾ അതിന്റെ മുകളിൽ സ്റ്റെപ്പ് കയറി പോയിട്ട് കാണുന്ന നമുക്ക് അവിടെ ഇദ്ദേഹത്തിന് ഇരിക്കാവുന്ന ഒരു പടി ഉണ്ട്. ഇപ്പോഴും അത് വല്ലാതെ കേടും വരാതെ ഉണ്ട്. അപ്പൊ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട്. അപ്പൊ ആലോചിച്ചപ്പോൾ മനസ്സിലായി, താഴെ നിന്ന് ഇയാള് പടിക്കെട്ടും ഏതിനെയും കയറിയിട്ട് മേലേക്ക് ചാടി വെട്ടിയിരുന്നു. കാരണം ഈ കളരി അഭ്യാസികളുടെ സാധ്യത. അപ്പൊ ഇത് നമ്മളൊരു സംഗതിനെ സ്ഥലത്ത് പോകുമ്പോഴാണ്. അപ്പൊ അതാണ് ഈ ഒരു അത് ഉണ്ടാക്കുന്നത്. അത് കുട്ടിയായിരിക്കുന്ന ഞാൻ കേട്ട കഥകളിലൂടെ
ഇമേജ് രൂപീകരിക്കാൻ കഴിയാതെ നിസ്സഹായനായി നിന്നൊരു സംഗതിനെ കുറെ കൂടി സഹായിച്ചത് ഈ കോട്ടവാതിലിന്റെ ഈ ഭാഗം കാണുമ്പോഴാണ്. അപ്പൊ ഇത് ഹെറിറ്റേജിന്റെ ഓരോ യാത്രയിലും ഓരോ സ്ഥലത്തേക്ക് നമുക്ക് പോകുമ്പോഴും ഇതൊക്കെ മനസ്സിലാവും. ഇപ്പോ പിന്നെ ഈ 1921 മലബാർ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മൊറയൂർ മറ്റേ പോത്തുവെട്ടിപ്പാറ. അപ്പൊ ഈ പോത്തുവെട്ടിപ്പാറ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ ആളുകളുടെ വാമൊഴിയിലുണ്ട് ഈ അവിടെ ബ്രിട്ടീഷുകാരുടെ വലിയ ലോറി ചമ്പാലക്കുന്നിന്റെ താഴേക്ക് വന്നു, ആ ലോറി വലിയ വണ്ടിയായിരുന്നു, അതിന്റെ അടുത്തേക്ക് മറ്റേ വെടിവെച്ചു, അവിടെ ഇങ്ങനെ ഈ കഥ പറയുന്നുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്, ഏതോ ഒരു ലോറി, അന്നത്തെ കാലത്ത് ഒരു ലോറി വന്നു, ഒരു വണ്ടി വന്നു, പിന്നെ അതിന്റെ താഴെ പിലാവുള്ള റോഡ് കോഴിക്കോട് പാലക്കാട് പാതന്റെ അവിടെയാണ് കയറിയത്. പക്ഷെ പിന്നീടാണ് ഈ പിന്നെ 100 വർഷത്തിന് ശേഷം ഈ ബ്രിട്ടീഷുകാരുടെ ആർക്കൈവുകൾ നമുക്ക് കിട്ടുന്നത്, പത്രങ്ങൾ ഓൺലൈൻ ആർക്കൈവിൽ ഇവര് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോഴാണ് ഇതാ കിടക്കുന്ന മുന്നിൽ ആ ഫോട്ടോ. അതായത് ആ ഇവരുടെ പിന്നെ പഴയ ടാങ്കർ, ബ്രിട്ടീഷ് ടാങ്കർ. അപ്പൊ ലോറിന്നേ ഇവർക്ക് പറയാൻ അറിയുള്ളൂ. യുദ്ധ ടാങ്കർ എന്ന് പറഞ്ഞ 1919 ഉണ്ടാക്കിയ യുദ്ധ ടാങ്കർ ആണെന്നുള്ളത് അപ്പോഴാണ്. അപ്പൊ ആ ടാങ്കർ കേടുന്ന് അതിന്റെ മുന്നിൽ ഇവര് മുട്ടിയൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്നതിന്റെ ഫോട്ടോ. അതെ, പിന്നെ ഈ ബ്രിട്ടീഷ് ഡോക്യുമെന്റിൽ പറയുന്ന ആ പ്രദേശത്തിന് സ്കെച്ച് ഉണ്ടല്ലോ, അവിടെ പോയാൽ കറക്റ്റ് നമുക്ക് കാണാം. അതെ അതെ. അപ്പൊ ഇവരുടെ ഇപ്പൊ ഇയാളുടെ പിന്നെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന പുസ്തകത്തിൽ നമ്മൾ ഓൺലൈനിൽ വായിക്കുമ്പോൾ, ഇപ്പോൾ ഈ ഹിച്ച്കോക്കിന്റെ പുസ്തകം വായിക്കുമ്പോഴും നമ്മൾ ഐഡിയ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ പിന്നീട് ആ സ്ഥലത്ത് പോകുന്നതോട് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഈ പറഞ്ഞ ഈ പോത്തുവെട്ടിപ്പാറന്റെ മാപ്പിങ്, അപ്പൊ ഈ നിൽപ്പ്, അതിന്റെ മുകളിൽ വാര്യംകുന്നന്റെ സൈന്യത്തിന്റെ നൃത്തം, അപ്പൊ താഴെ കൂടി ഇവർ സമ്മതിക്കുന്നില്ല. ഒരു വണ്ടിക്ക് എന്താ ചെറിയ കേട് പറ്റിയെന്ന് മാത്രമേ ഒരു വാക്കേ പറയുന്നുള്ളൂ. പക്ഷെ അന്നത്തെ ബ്രിട്ടീഷ് പത്രങ്ങൾ കൊടുത്ത ഫോട്ടോ കാണുമ്പോൾ അതിഗംഭീര ആ മറ്റേ യുദ്ധ ടാങ്കർ തകർന്ന് കിടക്കുന്നത് ഫോട്ടോ ആണ്. അപ്പൊ അന്ന് 1980-കളിൽ മാപ്പിളമാരുടെ വാമൊഴി, അന്ന് അതിന് സാക്ഷികളായവരോ അല്ലെങ്കിൽ മക്കളോ പറഞ്ഞ വാമൊഴിയിൽ ഉണ്ടാക്കിയ സാധനത്തിനെ വേറെ നൽകി ആ പിന്നെ ഇന്റർനെറ്റും നമുക്ക് ഇന്റർനെറ്റ് കാലത്ത് നമുക്കൊരു ഹെറിറ്റേജിനെ കിട്ടും. ഈ ഫോട്ടോ വേറെ അർത്ഥത്തിൽ ഹെറിറ്റേജ് ആണ്, ഡിജിറ്റൽ ഹെറിറ്റേജ് ആണ്. അപ്പൊ ഇതും ഇപ്പൊ ഡിജിറ്റൽ ഹെറിറ്റേജ്, വാമൊഴി, പിന്നെ ആ സ്ഥലം, ഇതെല്ലാം കൂടി കണ്ടപ്പോഴാണ് അന്ന് ഇവര് നടത്തിയ 1921 മാപ്പിള പോരാളികളുടെ പോരാട്ടത്തിന്റെ ഔന്നിത്യം, അവരുടെ ഗറില്ല യുദ്ധതന്ത്രത്തിന്റെ മികവ്, വലുപ്പം, അത് ഇത്രയും കാലം നമ്മുടെ സാമ്പ്രദായിക ചരിത്രം അങ്ങനെ അമർത്തി വെച്ചിരിക്കുകയായിരുന്നു. കൊളോണിയൽ ആർക്കൈവ്സിനെ മാത്രം ആസ്വദിച്ചുകൊണ്ട് അതിനെ ഉപാദാനമായി കണ്ടുകൊണ്ടുള്ള ചരിത്രരചനയുടെ പരിമിതിയാണ്. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവില്ല. ഫിസിക്കൽ വെരിഫിക്കേഷന്റെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് ഹെറിറ്റേജ്. ഈ പോത്തുവെട്ടിപ്പാറയെ കുറിച്ച് പറഞ്ഞപ്പോഴേ, പോത്തുവെട്ടിപ്പാറ ഈ ഖബറിൽ ഞാൻ ഇപ്പൊ എടുത്ത് പോയിരുന്നു കുറച്ച് മുമ്പ്, ഒരു 2 മാസം മുമ്പ്. ഇപ്പോഴും അത് കാട് പിടിച്ച് ഒരു വഴി പോലും ഇല്ലാതെ അവിടെയുള്ള ആളുകൾക്ക് പാമ്പ് ഉണ്ടാവട്ടെ, സൂക്ഷിച്ച് പോകണല്ലോ. ഈ മണ്ണിന് ആയി പെടഞ്ഞ് മരിച്ച ആളുകളുടെ ഖബറുകളാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ എത്രയോ ഖബറുകളുണ്ട്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് SP ഓഫീസിന് മുമ്പുള്ള സ്മാരകത്തിന്റെ അവസ്ഥ എന്താ അറിയോ? നമ്മളെ കൂട്ടക്കശാപ്പ് നടത്താൻ നേതൃത്വം നൽകിയ 23, അതില് പൂക്കോട്ടൂർ യുദ്ധത്തെ ചോരയിൽ മുക്കിയ ഗദ്ബട്ട് ബക്സർ ലങ്കസ്റ്റർ ഉണ്ട്, തിരൂരങ്ങാടിയിലെ റൗലി ഉണ്ട്, പിന്നെ കക്കാടൻ ഹൈദ്രോസ്, ആരിക്കൽ മൊയ്തീൻ, മാപ്പിളാരും 6 പേരുണ്ടായില്ല കേട്ടോ. ബ്രിട്ടീഷുകാരുടെ കൂടെ ബ്രിട്ടീഷുകാർ സ്മാരകം ഉണ്ടാക്കി 6 മാപ്പിളാർക്ക്, 6 മാപ്പിള പട്ടാളക്കാര്. ഇപ്പൊ ഈ സ്മാരകത്തെ നമ്മളെ സർക്കാർ സംരക്ഷിക്കുന്ന രീതി കണ്ട് അന്തം വിട്ടു. അത് ഇങ്ങനെ ഈ പോത്തുവെട്ടിപ്പാറിന്റെ ഇവര് പറഞ്ഞത് അവിടുത്തെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന്റെ സൈഡിലാണ് ചമ്പാലക്കുന്ന് വരുന്നത്. അപ്പൊ ഇവര് പറഞ്ഞു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഇനി ചിലപ്പോൾ അതിന് സംരക്ഷിക്കാനൊക്കെ ഉള്ള പ്രൊജക്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ കബർ കിടക്കുന്ന ഭാഗത്തുള്ളതും അത് നോക്കണം, ശ്രമിക്കണം. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രൈവറ്റ് പ്രോപ്പർട്ടിന്റെ ഓണർ പറഞ്ഞു ഞാൻ കൊടുക്കാൻ റെഡിയാണ് തന്നെ. മുനിസിപ്പാലിറ്റിക്കാരെ അല്ല, ഇതിൽ നല്ലൊരു മാതൃക മലപ്പുറം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മേൽമുറി അധികാരത്തോടെയാണ്. അത് നമ്മളെ പഠനം പുറത്തു വരുന്നതോടുകൂടിയാണ്. മാത്രമല്ല അവിടുത്തെ ഓരോ കുടുംബക്കാരും അഭിമാനപൂർവ്വം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അവരുടെ പേര് ഓരോ സ്ഥലത്തും 1-2 സ്ഥലത്ത് 2 വീടുകളുടെ അതിർത്തിയിൽ നടുവിലായിട്ടാണ്, ഭൂമിയിലാണ് ആ കബർ കിടക്കുന്നത്. പക്ഷെ അതൊന്നും ഓൽക്കൊരു പ്രശ്നമില്ലാതെ ഓലൊക്കെ അത് ഭിത്തി കെട്ടി അതിമ ഫലകം വെച്ച് ഇന്ന കാലയളവിൽ ഇന്ന ബ്രിട്ടീഷ് ഇതിനെതിരെയാണ് ഇവർ പോരാടി മരിച്ച ഇന്ന ആളുകളുടെ കബറുകളാണ്. നമ്മളെ ഹെറിറ്റേജ് വാക്കിലേ ഞാൻ അത്ര കാലം നടത്തിയതിൽ ഏറ്റവും നമ്മൾ എവിടെ പോയാലും ആളുകൾ കരഞ്ഞു പോകുന്ന ഒരേ ഒരു സ്ഥലം കീടക്കാടൻ ഫാത്തിമയുടെ അധികാരത്തൊടിയിൽ. അവിടെ പോയി ആ കബർ കണ്ട് അതിൽ 11 വയസ്സുന്ന കുട്ടിയുടെ പേര് അതിൽ രേഖപ്പെടുത്തിച്ചോളൂ. നമ്മൾ ഈ കീടക്കാടൻ ഫാത്തിമ ബ്രിട്ടീഷുകാരുടെ വയനറ്റ് കൊണ്ട് അടികെട്ടും വാപ്പായ കെട്ടിപ്പിടിച്ചും അവസാനം രക്തസാക്ഷിത്വം വരിക്കുന്ന ഫലസ്തീനിലൊക്കെ നമ്മൾ അങ്ങനത്തെ ചിത്രങ്ങളുണ്ട്. ഇത് നമ്മൾ വിവരിക്കുമ്പോ തന്നെ, നമ്മൾ സാധാരണ വിവരിക്കുന്ന പോലെ വിവരിക്കുമ്പോ തന്നെ ആളുകൾ കണ്ണീരണിഞ്ഞു പോകുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപക്ഷെ വീടുകൾക്ക് മുമ്പിൽ കബറുകൾ
സംരക്ഷിക്കുന്ന ഒരേ ഒരു പ്രദേശം ഒരു പക്ഷേ മലബാറിൽ ഏറനാട് മലപ്പുറമൊക്കെ ഉണ്ടാവും. എല്ലാം പൂക്കോട്ടൂർ പോയാൽ ആ അധികാരത്തോടി മുതൽ പൂക്കോട്ടൂർ വരെ പിലാക്കല് വരെ മിക്കവാറും. അതെ, അല്ല മാത്രമല്ല പൂക്കോട്ടൂരിന് പറഞ്ഞ അപ്പൊ പൂക്കോട്ടൂരിലെ ആളുകൾ പലതരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ ഈ കബറുകൾ, കൂട്ടക്കബറുകൾ, അവിടുത്തെ ഈ പിലാക്കൽ, അവിടുത്തെ യുവാക്കളുടെയും ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ, അവരാണ് അവിടെ സംരക്ഷിക്കുന്നത്. മാത്രമല്ല അവർ ഇതുപോലെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും ഈ പറഞ്ഞ ഈ പോത്തുകുട്ടിപ്പാറ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഗറില്ല യുദ്ധത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. അത് മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ച ഒരു യുദ്ധം കൂടിയാണ് പൂക്കോട്ടൂർ കഴിഞ്ഞാൽ. യുദ്ധം കഴിഞ്ഞാൽ പൂക്കോട്ടൂർ യുദ്ധത്തിൽ സാധാരണയുള്ള നരേഷൻ അത് 3 ആൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു പഠനം അതിന് ശേഷമാണ് 70ഓളം ആളുകൾ മിസ്സിംഗ് ആയത് അന്താരാഷ്ട്ര പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ പോത്തുവട്ടിപ്പാറിനെ കുറിച്ച് പറഞ്ഞതേ, പോത്തുവട്ടിപ്പാറയുടെ കബറുകൾ സംരക്ഷിക്കപ്പെടാതെ കാട് മൂടി കിടക്കുകയാണ്. കോഴിക്കോട്ട് നമ്മളെ കൊന്ന ആളുകൾക്കുള്ള സ്മാരകം ലൈറ്റ് ഒക്കെ കൊടുത്ത് അലങ്കാര കല്ലൊക്കെ തൂക്കി ചങ്ങലൊക്കെ ഇട്ട് പുറത്തുനിന്നുള്ള ആളുകൾക്കും അതിന്റെ കാഴ്ച മിസ്സാവരുതെന്ന് കരുതിയിട്ട് അങ്ങനെ സംരക്ഷിച്ച് നിർത്തിയ കമ്പളത്തിന് പറയുന്നത് നമ്മളുടെ നെഞ്ചിലാണ് കല്ല് നാട്ടി വെച്ചത്, നമ്മളുടെ കൂട്ടരെയാ നാസുവർ കൊന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നെഞ്ചിലിങ്ങനെ നമ്മുടെ നോക്കി പല്ലിണ സ്മാരകങ്ങൾ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സ്മാരകങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ സമൂഹത്തിന് തന്നെ ഇതേക്കുറിച്ചുള്ള ഒരു ബോധം ചരിത്രത്തിലെ താല്പര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ചരിത്രത്തിലെ അവബോധം കുറവ് പൊതുവെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിങ്ങൾ ഈ കമ്പളത്തിനെ കുറിച്ച് അതിൽ നിങ്ങളാണ് ആ പഠനം നടത്തിയ സാധനത്തിൽ അതിൽ പറഞ്ഞല്ലേ ഇപ്പൊ കമ്പളത്തിന്റെ ഇപ്പൊ ഈ ചരിത്രാവബോധം എന്നുള്ളിൽ ഇപ്പോ അന്ന് മൂപ്പര് ഞാനും ചെറുപ്പത്തിൽ കേട്ടു. കാരണം എന്റെ വല്യപ്പാന്റെ നാട് അറവങ്കരയാണ്. അവിടെ അപ്പൊ ഈ അറവങ്കര എന്റെ വല്യപ്പ 1925 ജനിക്കുന്നത്. അപ്പോൾ വല്യപ്പാൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിന്നെ അവിടെ വല്യപ്പ ജനിച്ചപ്പോൾ വീടിന്റെ കഴുക്കോല് അതിലൊക്കെ കരിവിരിച്ച് കാരണം അതൊക്കെ ഇവര് കത്തിച്ച് കളഞ്ഞിരുന്നു. പിന്നെ അന്നത് മാറ്റാനൊന്നും പൈസ ഒന്നും ഇല്ലല്ലോ, ദരിദ്രരാണല്ലോ. അപ്പൊ അതിന്റെ ഉള്ളതിന്റെ മേലെ ഷീറ്റ് എന്തൊക്കെ വെച്ച് കണ്ടുള്ള ആ പെരയിലാണ് എൻ്റെ വല്യപ്പ ജനിക്കുന്നത് 25. അപ്പൊ അതിന്റെ ശേഷമുള്ള തലമുറന്റെ അടുത്ത് ഏറെക്കുറെ 1940 ഇപ്പൊ ഇവര് മറ്റേ ഈ കമ്പളത്ത് നിങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പൊ കമ്പളത്ത് വന്ന് ഈ ആളുകളെ കൂട്ടി അവരോട് ഈ കഥകൾ പറഞ്ഞിട്ടാണ് മൂപ്പര്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മൂപ്പര് ഈ വരികളിലെ തീഷ്ണത മൂപ്പര് മറ്റൊരു ഇതിനും ഇല്ലാത്ത അത്രയും ഇതിനായിട്ട് കണക്റ്റഡ് ആയുള്ള ഒരു ബോധം. അപ്പൊ ഈ അവബോധം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് മാത്രം കാരണം അദ്ദേഹത്തിന്റെ ഒരു വിപ്ലവകാരി ഈ ഭരണകൂടമൊക്കെ അടിച്ചമർത്താൻ നോക്കിയിട്ടും അത് അല്ല അദ്ദേഹത്തിന്റെ അതെ അതൊന്നും വേറെ ആർക്കും ഇല്ല സത്യത്തിൽ. അതെ അത് നമ്മൾ പൊതു ചരിത്രം അങ്ങനെയൊന്നും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോ കമ്പളത്ത് ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ഗോവിന്ദൻ നായരനല്ല, അങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹത്തിനുണ്ടായ ഒരു അവബോധം. കാരണം ഇത് മലബാറിലെ മാപ്പിളമാര് അനുഭവിച്ച ഒരു സംഗതി എഴുതപ്പെടേണ്ടതാണ്. അപ്പൊ ഹെറിറ്റേജ് എന്നുള്ളതിൽ ഈ സാഹിത്യ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് വാമൊഴിയായി നിലനിൽക്കുന്ന. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഈ ലിവിങ് ഹെറിറ്റേജ് ആയ കുറെ മനുഷ്യന്മാരുണ്ട് അല്ലെ, വലിയ ചരിത്രം പറയാൻ കഴിയുന്ന. അപ്പൊ ഞാൻ പൊന്നാനിയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആളുകള്. ഇപ്പൊ ഉരുവില് പോയ ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ 2ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടാവുള്ളൂ, ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. പക്ഷെ അവര് സഞ്ചരിച്ച നാടുകള്, അവര് കണ്ട ലോകം, അവർ അനുഭവിച്ച രുചികള്, പാട്ടുകള്. അപ്പൊ മാപ്പിള സമുദായം എന്ന് പറയുന്നത് എപ്പോഴും അത് അതിന്റെ ചരിത്ര ആവിർഭാവ കാലം മുതൽ ഇങ്ങനെ വളരെ ഡൈനാമിക് ആയ ഒരു മൊബൈലായ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ ഒരു ശരിക്കുള്ള റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരാൾ 6-7 രാഷ്ട്രങ്ങൾ പോയിട്ടുണ്ടാവും. അത് എവിടെ നിന്ന് തുടങ്ങും അറിയോ? ഒമാനിലെ സൂറിന്ന് തുടങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇറാഖിലെ ബസ്ര അതുവരെ, പിന്നെ അതിന്റെ ഇടയിലുള്ള മുഴുവൻ തീരങ്ങളിൽ ഇവര് പോയിട്ടുണ്ടാവും. എത്ര 5-6 രാജ്യങ്ങൾ. അതിനിടയിൽ ഇറാനിലെ ബന്ദർ അബ്ബാസ് അവിടെ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് ഇവര് സോമാലിയയിൽ വന്നിട്ട് അവിടുത്തെ തുറമുഖങ്ങൾ. അപ്പൊ ഈ 2ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ ചുറ്റിയ ലോകങ്ങൾ എത്രയാണ്. ഇത് ഈ പുതിയ കാലത്ത്, പഴയ കാലത്തും ഇത് തന്നെയാണ് മാപ്പിളമാരുടെ അവസ്ഥ. മാപ്പിളമാര് നിരന്തരം സഞ്ചരിക്കുകയും ലോകം കാണുകയും ലോകവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്ത ആളുകളാണ്. അപ്പൊ ഈ അങ്ങനെയുള്ള ലിവിങ് ആർക്കൈവ്സും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പൊന്നാനിയിൽ കാണാം, ബേപ്പൂര് കാണാം, കാസർഗോഡ് കാണാം. ഇങ്ങനെ കുറെ ഓർമ്മകളും ചരിത്രങ്ങളും ഒക്കെ പങ്കുവെക്കുന്നു. നിങ്ങളുടെ ചരിത്രം തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ അധികാരത്തോടുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ ലഭിച്ചത് ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പൊ വല്യമ്മമാര് പറഞ്ഞ ലിവിങ് ഇതില്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ അധികാരത്തോടെ ഈ സംഭവം അതിൽ രേഖ ഉണ്ട്, കുറച്ച് വിവരങ്ങൾ, പിന്നെ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ അതിൽ തന്നെ ഒരു സ്ത്രീ അവരുടെ വാപ്പാക്ക് സുഖം കഴിഞ്ഞിട്ട് ഭർത്തൃ വീട്ടിൽ നിന്ന് വന്നിട്ട് മഞ്ചയിൽ കടത്തി നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ വരികയും വാപ്പാനെയും ആ സ്ത്രീനെയും വീട്ടിൻ്റെ നടുമുറ്റത്തേക്ക് പുറത്തിട്ടു. അപ്പോഴാണ് ആ സ്ത്രീ വാപ്പാക്ക് ഇവിടെയുള്ള വെക്കാൻ വേണ്ടിയിട്ട് ഒരു ജൈവ കവചമായി കൊണ്ട് വാപ്പാൻ്റെ മേലെ നിൽക്കുന്നത്, അവരും വെടിവെച്ച് കൊല്ലുന്നത്.
അപ്പൊ ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ളതും മാത്രം ബ്രിട്ടീഷ് രേഖയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ചിലരെ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ളൊരു അവ്യക്തമായൊരു രേഖയും പിന്നെ മാപ്പിളമാരെ വാമൊഴിയുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് കൊല്ലപ്പെട്ടത് ഈ മക്കള്, പേരക്കുട്ടികൾ, ഇതിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ എൻ്റെ ചരിത്ര അന്വേഷണം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുക, എന്താ ഇതിൽ ബാക്കി കിട്ടാതെ. അപ്പോഴാണ് പറഞ്ഞത് ഈ കുഞ്ഞുവാജിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരാൾ. അപ്പോൾ ആളുകളോട് ചോദിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ കഥകളെ പറയാനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു അതിലപ്പുറം കിട്ടേണ്ടതുണ്ടെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവരുടെ ഒരു മകളല്ല, ഒരു പേരക്കുട്ടി, മകളുടെ മകള് കുറച്ചപ്പുറത്ത് വേറെ സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആര് പറഞ്ഞു അത് വല്യമ്മയാണ്, എന്താണാവോ എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അടുത്ത് പോയതേ ഓർമ്മ പറഞ്ഞു. അതോട് നമുക്ക് മിസ്സിങ് ആയ കണ്ണികൾ മുഴുവൻ അവരുടെ വാക്കിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പൊ അങ്ങനെ വല്യപ്പയായിരുന്നു. അപ്പൊ എനിക്ക് ഓരോ സംശയമാണ്. അപ്പൊ അങ്ങനെ ആ സ്ത്രീ എന്താണ്? അപ്പൊ ആ മോള് അതിന് കെട്ടിച്ചിട്ടുണ്ട്, ഓക്ക് 10-35 വയസ്സുണ്ട്. അപ്പോഴാണ് വാപ്പാക്ക് സുഖമില്ലാറിന്, അപ്പോഴാണ് ശുശ്രൂഷിക്കാൻ വന്നതാണ്. അപ്പൊ ഒക്കെ ക്ലിയർ ആണ് ഓരോ സംഗതി. മരുമകൻ എങ്ങനെയാണ് കാരണം ഭാര്യയും ഭർത്താവും കൂടി വന്നതാണ്. അപ്പൊ ഇവളെ സാധാരണ സ്ത്രീകൾ ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ സ്ത്രീ പെട്ടെന്താണ് അപ്പൊ വാപ്പാനെ നടുമുറ്റത്ത് വലിച്ചിട്ടപ്പോൾ അവര് സമ്മതിച്ചില്ല, ഇന്നെ വെടിവെച്ചിട്ട് മതി, വാപ്പാനെ വെടിവെച്ച് ഇറങ്ങാണ്, മേലേക്ക് കയറുന്നു, അങ്ങനെയാണ് വെടിവെച്ച്. ഇതൊക്കെ ഇവരെ കുടുംബത്തിൽ വാമൊഴിയായിട്ട് ഇങ്ങനെ തുടർന്നു. അപ്പൊ അതോടുകൂടി ആ എഴുതി വെച്ച രേഖയിലുള്ള ഇന്ന സ്ത്രീ കൊല്ലപ്പെട്ടു, എന്തുകൊണ്ട് ക്ലിയർ. മരുമകൻ എന്തുകൊണ്ട് അവിടെ വന്നു, അപ്പൊ പ്രസന്റ് ആയി, ക്ലിയർ. മക്കളിൽ ഇന്ന ആളുകളുണ്ട്, ഇന്ന ആളുകളില്ല. അപ്പൊ ഇന്ന ആൾ ഇന്നോടത്തേക്ക് പോയിരുന്നു, ഇന്ന മകൻ മാത്രമേ അപ്പൊ വാപ്പാനെ ശുശ്രൂഷിക്കാനുള്ളായിരുന്നു. അത്രയും ഈ പറഞ്ഞ ഈ ലിവിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, ഹെറിറ്റേജ്, അത് വളരെ ക്ലിയർ ആയി ഈ വാമൊഴി. കാരണം ഇതൊരു 100 വർഷത്തിന്റെ മാത്രം പഴക്കമുള്ളതുകൊണ്ടാണ് ഒരു 2 തലമുറയുടെ അടിയിൽ വല്ലാതെ കണ്ണി മുറിയാതെ നമുക്ക് കിട്ടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട. അതേപോലെ ലിവിങ് വേറെ അർത്ഥത്തിൽ മാപ്പിള ഹെറിറ്റേജ് കൾച്ചറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മിസ്സിംഗ് ആയ ഒരു സാധനമാണ് വണ്ടൂർ കാസിംക എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഈ പറച്ചില് മാപ്പിളപ്പാട്ടിലെ പാട്ടും പറച്ചിലിന്റെ ആളെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു 10 ദിവസം പണ്ട് ഒരു മാപ്പിളപ്പാട്ട് പാടിപ്പറയലിന്റെ ആള് ക്യാമ്പില്, മാപ്പിളപ്പാട്ട് പഠന ക്യാമ്പിൽ നമ്മളെ ഈ പിന്നെ ഒരു ഫൈസൽ മാഷുണ്ട്, ഫൈസൽ ഇളയറ്റിലും കാനേഷ്മൂരിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അന്നാണ് ഈ കാസിം ഖാനെ കാണുന്നത്. പക്ഷെ അത് നമുക്ക് പിന്നീട് അന്നൊരു അത്രത്തോളം മൂപ്പർ ഉപയോഗിക്കാം. അപ്പൊ അദ്ദേഹത്തിന് അന്നത്തെ മലബാറിന്റെ മറ്റൊരു കൾച്ചർ, ഇപ്പോൾ ഈ പുലിക്കോട്ട് ലൈദറിന്റെ ശേഷമുള്ള ഒരു കാലം എങ്ങനെയാണ് കവികൾ ഈ പാട്ട് കെട്ടിയുണ്ടാക്കുന്നത്, മാപ്പിളമാരുടെ പാട്ട് കെട്ടിയുണ്ടാക്കുന്ന എഴുത്തില്ലാത്ത ഒരു രീതി എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ഒരു പാടി പറയല്, പിന്നെ എങ്ങനെയാണ് ഒരു നാട്ടിലെ സദസ്സ് ഉണ്ടാക്കല്. ഇപ്പൊ ചില കാലത്ത് ഇവര് ചെന്നിട്ട് അവിടെ ഇങ്ങനെ ആദ്യം ചെല്ലും, അങ്ങാടിയിലൊക്കെ അതെ 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 അതേപോലെ ചന്തകളും ഇതിനേറ്റ്, അതായത് ഒരു ചന്ത ആഴ്ചയിൽ ഉണ്ടാകുന്ന ദിവസമാണല്ലോ. അപ്പൊ നാട്ടുകാർ മുഴുവൻ അവിടെ വരുമ്പോൾ അവിടെയാണ് ഇവർക്ക് പറയാനുള്ള ഓപ്ഷൻ. അപ്പൊ എന്താണ് ഈ അന്നത്തെ ഈ ആഴ്ച ചന്തക്ക് ഉണ്ടായിരുന്ന പ്രത്യേകത? അപ്പൊ അതിൽ ഈ സാംസ്കാരികമായ കൈമാറ്റം, വേർഷനുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ വൈകുന്നേരം ആകുമ്പോൾ ചന്ദന്റെ ഒരു ഇത് വരുമ്പോൾ അതിൻ്റെ ഒരു മൂലക്ക ഇവര് പാട്ടും പറയല്, ഇങ്ങനെ തുടങ്ങി വൈവിധ്യമാകുന്ന നമ്മൾ കേൾക്കാത്ത, കാണാത്ത, രേഖപ്പെടുത്താത്ത മാപ്പിള ചരിത്രത്തിന്റെ സാംസ്കാരിക വിനിമയങ്ങളുടെ വലിയൊരു ഭാണ്ഡം കൂടിയായിരുന്നു ഈ കാസിം ഖാ, ആ അർത്ഥത്തിലുള്ള വണ്ടൂർ കാസിം ഖാ. അപ്പൊ മൂപ്പർക്കും കുറെ നമുക്കറിയാത്ത കുറെ പാട്ടുകൾ, ആളുകൾ, ഇതൊക്കെ അറിയാമായിരുന്നു അങ്ങനത്തെ. അപ്പൊ അത് അതിനൊക്കെ കണ്ടെത്തുകയും അതിലൂടെ കാര്യങ്ങൾ സ്വാംശീകരിക്കുക എന്നുള്ളതും ഈ പറഞ്ഞമാതിരി ഹെറിറ്റേജിനെയും ചരിത്രത്തിനെയും കണ്ടെത്തുന്നതിന്റെ വലിയ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് പൊന്നാനി, തിരൂരങ്ങാടി, ഈ സ്ഥലങ്ങളൊക്കെ സവിശേഷമായി കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ തിരൂരങ്ങാടിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയാൻ കഴിയുന്നു? അതെ, തിരൂരങ്ങാടിക്കുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ 2-3, അതായത് മലബാറിലെ മുസ്ലിം ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളുടെയും നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടി. അതതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നാമത് പിന്നെ മാലിക് ദീനാറും വരും വന്നതിന് ശേഷം ആദ്യം, അതായത് കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ 10 പള്ളികൾ മലബാർ തീരത്ത് ഉണ്ടാക്കിയല്ലോ. അതിലൊരു പള്ളി ഉണ്ടാക്കിയത് തിരൂരങ്ങാടിയാണെന്ന് പറയപ്പെടുന്നുണ്ട്, ആ ഒരു പള്ളി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ഇപ്പൊ നിലനിൽക്കുന്ന റവന്യൂ അടിസ്ഥാനത്തിലുള്ള മലപ്പുറം ജില്ലയിൽ ഏറ്റവും പഴക്കമുള്ള പള്ളി തിരൂരങ്ങാടി പള്ളിയായിരിക്കും. കാരണം നമ്മളിപ്പോ എല്ലാവരും പൊന്നാനിയാണ്, പൊന്നാനി 500 വർഷം ഉണ്ടാക്കിയത്. അതിനും ഏറെക്കുറെ 4 നൂറ്റാണ്ട് 5 നൂറ്റാണ്ട് മുമ്പാണ് ഈ തിരൂരങ്ങാടി പള്ളി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. ഒന്ന് ആ നിലക്ക് ഇസ്ലാമിന്റെ ആവിർഭകാലത്തിന് തൊട്ടുടനെ ഉള്ള ഒരു ഹിസ്റ്ററി തിരൂരങ്ങാടിക്കുണ്ട്. പിന്നീട് ഈ 1313 നൂറ്റാണ്ട് 14 നൂറ്റാണ്ടാകുമ്പോൾ ഇബ്നു ബത്തൂത്ത വന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വന്ന 1345 48 14 നൂറ്റാണ്ടിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ 2 സന്ദർശനത്തിന്റെ ഇടയിൽ അദ്ദേഹം, കാരണം ആ സ്ഥലപ്പേരുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് തിരൂരങ്ങാടിയാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവിടെ വന്നപ്പോ അവിടെ പള്ളിയിൽ ദർസ്, വലിയ വിപുലമായ ദർസ്, കുട്ടികൾ പഠിക്കുന്ന ആള്. അപ്പൊ അന്ന് ആ അത്രയും 14
നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് സമയത്ത് തന്നെ വൈജ്ഞാനികമായി അത്രയധികം വിപുലമായ അദ്ദേഹം അത്ഭുതം കൂറുന്നുണ്ട്, ആശ്ചര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ബത്തൂത്ത. അപ്പൊ അതും തിരൂരങ്ങാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോർച്ചുഗീസുകാരായിട്ട് ഏറ്റുമുട്ടലുണ്ട്. അതിനും ശേഷം ഈ ഇവരുടെ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരൂരങ്ങാടിയിൽ യുദ്ധം നടക്കുന്നുണ്ട്. മറ്റേ ചെമ്പം പോക്കർ ഇവർ ഉൾപ്പെടെയുള്ള. അപ്പൊ അത് ഇപ്പോ നമ്മൾ തിരൂരങ്ങാടി മമ്പറത്തേക്ക് വരുമ്പോൾ, ചെമ്മാട് ടൗണിൽ നിന്ന് മമ്പറത്തേക്ക് വരുമ്പോൾ ആ ഇടുങ്ങിയൊരു സ്ഥലമുണ്ട്, ഈ പള്ളി തിരൂരങ്ങാടി. ഇടുങ്ങിയ സ്ഥലത്തിന്റെ അതായത് ഇവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഇടത് ഭാഗത്ത്, തിരൂരങ്ങാടി നിന്ന് വരികയാണെങ്കിൽ വലത് ഭാഗത്തൊരു വലിയ പറമ്പ് കുറേ കിടക്കുന്നുണ്ട്. അപ്പൊ അത് മുഴുവൻ ഈ രക്തസാക്ഷികളുടെ കബറുകളാണ്. അത് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലായി നടന്ന വമ്പൻ യുദ്ധങ്ങളുള്ള അത്രയധികം രക്തസാക്ഷികളുടെ കബറുകളാണ്. അപ്പൊ അത് അവിടെ പോകുമ്പോഴാണ് ഈ റോഡ് ഇങ്ങനെ ഇടുങ്ങി നിർത്തിയിട്ടും ഈ ഇത് നിൽക്കാൻ കാരണം. അത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, പക്ഷെ അത്രയും വിപുലമായ യുദ്ധം, അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ, അത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട് ഏറ്റെടുത്തതിനല്ല, അതിന് മുമ്പും വിപുലമായ കമ്പനിയായത് അത് നടന്ന സ്ഥലമാണ് തിരൂരങ്ങാടി പള്ളി. അതിന്റെ ഒരു വലിയൊരു കൗതുകം എന്താ വെച്ചാൽ, അത്രയും വലിയ യുദ്ധം നടന്നതിന് നേരെ ഓപ്പോസിറ്റുള്ള മറ്റേ പള്ളി, അവിടെയുള്ള വലിയ പള്ളി, ആ പള്ളിയിലാണ് 1921 മലബാർ വിപ്ലവത്തിന്റെ നാന്ദി കുറിക്കുന്ന പ്രധാന സംഭവങ്ങൾ. അതെ, ആ തീയതികളിലും അതുപോലെ തന്നെ പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 30 ആകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്തവിശദമായ ഏറ്റുമുട്ടലൊക്കെ. അതെ. അപ്പൊ ആ അർത്ഥത്തിൽ മലബാറിന്റെയും കേരളത്തിന്റെയും ഹിസ്റ്ററിയിൽ ഉള്ള പല ഘട്ടങ്ങളെയും ഒരുപോലെ അടയാളപ്പെടുത്തിയ സ്ഥലമാണ് തിരുവനന്തപുരം മമ്പറം തങ്ങൾ. അത് പിന്നെ സത്യത്തിൽ കേരളത്തിന് വേറെ പല അർത്ഥത്തിൽ പഠിക്കേണ്ടതാണ്. ഇപ്പൊ പിന്നെ പുതിയ പഠനങ്ങൾ മമ്പറം പിന്നെ സെയ്ദ് അലവിത്തങ്ങളുടെയും അദ്ദേഹം ഉണ്ടാക്കിയ വലിയ തോതിലുള്ളത് പഠനങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിന്റെ മകൻ ഫസൽ പൂക്കോയത്തങ്ങൾ. അതെ. ഒരു പക്ഷേ കേരളത്തിന്റെ ആധുനിക കേരളം എന്നൊരു ഭൂപ്രദേശത്തിന്റെ എല്ലാ കാലം ഇതുവരെയുള്ള കാലങ്ങൾ മുഴുവൻ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത് പറയാവുന്ന ഒരു അന്താരാഷ്ട്ര മലയാളി എന്ന് പറയാവുന്ന ഒറ്റ വ്യക്തിത്വമുള്ളത് ഫസൽ പൂക്കോയ തങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ EMS ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും അദ്ദേഹം എത്തിപ്പെട്ട ആ അർത്ഥത്തിലുള്ള പല തലത്തിലുള്ള ചരിത്രത്തിന്റെ അളവുകോലുകളിലും അത്രയും പ്രധാനപ്പെട്ട വ്യക്തി. അതും തിരൂരങ്ങാടി മമ്പറം. അതെ, ആ അർത്ഥത്തിലൊക്കെ തിരൂരങ്ങാടി പല തരത്തിൽ ഈ ഹിസ്റ്ററി, മലബാർ, അതുപോലെ തന്നെ ഇതിനായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഇപ്പൊ നമ്മളെ സർക്കാർ കുറെ കൂടി ഇപ്പൊ 1921 മലബാർ വിപ്ലവത്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം അവിടെ ഉണ്ട്. അതും പ്രത്യേകിച്ച് അന്ന് കച്ചേരി എന്ന് പറയുന്ന ബ്രിട്ടീഷ് കല്ലറ ഒന്ന് റൗളിൻ ജോൺസ്റ്റൺ ഇവരുടേത് അവിടെ ഉണ്ട്, മുറ്റത്തുണ്ട്. അവരുടെ രണ്ടുപേരുടെയും പേര് ഞാൻ പറഞ്ഞ കോഴിക്കോട്ടെ ഇതിലുണ്ട്. അതല്ലാതെ റീഡ്മാൻ ഉണ്ട്, അയാളെ പുഴയൊക്കെ കാറ് തള്ളിയിട്ട് കൊന്നു. വേറെ കുറച്ച് ആൾക്കാരത് കുറച്ചപ്പുറത്ത് രണ്ടുപേരത് വേറെ അതല്ല രണ്ട് വീടുകളുടെ വളപ്പിലായിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ കച്ചേരി അന്ന് ഈ പ്രധാന സംഭവങ്ങൾ ഉണ്ടായ ബ്രിട്ടീഷ് ആസ്ഥാനം പിന്നെ ഗവൺമെന്റ് ഓഫീസൊക്കെ ഉണ്ടായിരുന്ന ആ ബിൽഡിംഗ് തന്നെയാണ്. പക്ഷെ അത് മ്യൂസിയമായി പരിവർത്തനം. അതും ഈ അർത്ഥത്തിൽ റിലേറ്റബിൾ ഗുണകരമാണ്. കാരണം ഒരേ സമയം ബ്രിട്ടീഷ് ഇവരുടെ അധിനിവേശത്തിന്റെ അടയാളമായിരുന്ന അധികാരസ്ഥമായ സ്ഥലം അവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് അതിനോടുള്ള പ്രതിരോധം എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു മ്യൂസിയം എന്നുള്ളത് ആ നിൽക്കുന്നതിന്റെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മുടെ സിലബസിൽ നമ്മുടെ പാഠപുസ്തകങ്ങളൊന്നും ഒരുപക്ഷെ മാപ്പിള ചരിത്രം അർഹമായ പ്രാധാന്യത്തിലോ അതിൻ്റെ ഒരു മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടോ കടന്നു വന്നിട്ടില്ല, വരാനും സാധ്യതയില്ല പുതിയൊരു ഇസ്ലാമിക ഫോബിയക്കാലത്ത്. പക്ഷേ ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും പഠിപ്പിക്കാനും മാപ്പിള ചരിത്രം അത് പൈതൃകങ്ങളിലൂടെ മനസ്സിലാക്കാനും അല്ലാത്ത രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ സംവിധാനം ഒരുക്കാൻ സാധിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും. അതിൽ എനിക്ക് 2-3 സംഗതിയാണ്. ഒന്ന്, അതിൽ കൂടുതൽ വലിയ തോതിലുള്ള ശ്രദ്ധ ഇനിയും മാപ്പിള സമുദായത്തിന് ഉണ്ട്. പക്ഷെ അതേസമയം ഉള്ള ചില സംഗതികൾ നമ്മൾ കാണുകയുമാണല്ലോ. ഇപ്പോൾ പലതരം ഉദാഹരണങ്ങൾ ഇപ്പോൾ കേരളത്തിലെ വിവിധ മുസ്ലിം മത പാഠനശാലകൾ ഇവരുടെയൊക്കെ പാഠപുസ്തകത്തിന്റെ ഭാഗമായി പതിയെങ്കിലും കേരള മുസ്ലിം ഹിസ്റ്ററി, മലബാർ സമരമൊക്കെ വരുന്നുണ്ട്. മറ്റൊന്ന് പലതരത്തിൽ 1921 100ാം വാർഷികം വേറെ അർത്ഥത്തിൽ സത്യത്തിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകളും ഇവരൊക്കെ ഉദ്ദേശിച്ചിരുന്നത് ഇതിനെ കണ്ട് മാപ്പിളമാര് ഭയചകിതരായി മിണ്ടില്ല എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അത് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആ വിപ്ലവത്തിന്റെ വലിയ തോതിലുള്ള പ്രകാശനം ആളുകൾ അതെ ഇവര് പലതരം പുസ്തകങ്ങൾ പലതരം ഡയമെൻഷനിൽ വന്നു. മാത്രമല്ല ഇപ്പോഴും വിദേശത്ത് നടക്കുന്ന വിവിധ സർവകലാശാല ഗവേഷണം നടക്കും. ഇപ്പൊ ഞാൻ അതിൽ ചെറുതായിട്ടെങ്കിലും പഠനം നടത്തിയ ആളെന്നുള്ളവർക്കാണ് പലപ്പോഴും ഈ പല വിദേശ യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്ന മലയാളികൾ സമീൽ ഭായ് ഇങ്ങനെ സാധനം ഞാൻ നോക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ നമുക്കറിയാം
ഇപ്പോഴും പഠനങ്ങൾ നടക്കുന്നത്. ഇതൊരു ഭാഗത്ത്. അതല്ലാതെ തന്നെ ഇപ്പോൾ പലതരം വിവിധ സ്ഥലങ്ങളിലെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അവിടെ കൊടുക്കാവുന്നത്, പിന്നെ ചരിത്രം ഇപ്പോൾ 21 ബന്ധപ്പെട്ട് പലതും സംരക്ഷിക്കണം എന്ന അഭിപ്രായമുള്ള ചെറുതെങ്കിലുള്ള പല സ്ഥലങ്ങൾ സംഭവങ്ങളുണ്ട്. അതിലൊന്ന് പിന്നെ ഈ കോട്ടക്കുന്നിനൊക്കെ സംരക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിൽ കഴിഞ്ഞ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരുന്നു. അതെന്തായി നടക്കും, അതെന്തായാലും പിന്തുടരേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഭരണകൂടത്തിന് പറയേണ്ടി വരുന്നത് പോലും പറയാൻ കഴിയുന്നു എന്നുള്ളത് പോലും സ്വാഗതാർഹമായ ഒരു ഘടകമാണ്. ഒന്നത്. മറ്റൊന്ന് പിന്നെ ഇവിടെ താനൂര് മറ്റേ ഇസ്ലാഹുലും അറബി കോളേജ്, അതിൻ്റെ അകത്ത് അവിടുത്തെ ഇവർ എടുത്തിട്ട് പഴയ പിന്നെ ഈ പറഞ്ഞ 900 ഹിജറ 9-ത്തിലൊക്കെയുള്ള അത്രയും പഴക്കമുള്ള പുരാണ രേഖകൾ മുതൽ, അതുപോലെ തന്നെ ആ സ്വർണ്ണ ലിപിയിൽ എഴുതിയ പുസ്തകങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത അതായത് ഒരേ പുസ്തകത്തിനെ വ്യത്യസ്ത കോണിൽ നിന്ന് വായിക്കുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ, അത് അന്നത്തെ പഴയകാലത്തെ വൈജ്ഞാനിക പ്രബുദ്ധത, അതിൻ്റെ വളർച്ച, അതിനെ പല കോലത്തിൽ മാപ്പിള കേരളത്തിൻ്റെ വൈജ്ഞാനിക വളർച്ച അടയാളപ്പെടുന്ന ഒരു വലിയൊരു തരത്തിലൊരു ഗ്രന്ഥശേഖരം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വേറെ പല സ്ഥലത്തും ദാറുൽ ഹുദ ഇവരുടെ ബുക്ക് പ്ലസ് ഉൾപ്പെടെയുള്ളതിലൂടെ വരുന്നത് ഇങ്ങനെ ഓരോ, അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് തന്നെ 21 ബന്ധപ്പെട്ട് ഒരു 5 വോള്യം ഇറങ്ങി. ഇങ്ങനെ സത്യത്തിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം മതവിഭാഗത്തിലെ വിവിധ ധാരകൾ 21 IPH നേതൃത്വത്തിലും പുസ്തകങ്ങൾ ഇറങ്ങി. പ്രത്യേകിച്ച് പഴയ ഈ മറ്റേ 21 ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു മറ്റേ നമ്മളുടെ അതുണ്ടായിരുന്നു അലവി, പിന്നെ നമ്മളെ AK കോഡൂരിന്റെ പുസ്തകം, അതിന്റെ പുനഃപ്രസാദനം ഉൾപ്പെടെ ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊക്കെ ഒരു ടൈമിലാണ്, ഒരു സമയബന്ധിതമാണ്. ഇത് ഈ പറഞ്ഞതിൽ അപ്പുറത്ത് കുറച്ചുകൂടി പ്രവാഹമായി തുടർച്ചയായിട്ട് 921 100ാം വാർഷികത്തിൽ തുടങ്ങി അവിടെ അവസാനിപ്പിക്കേണ്ട എനിക്ക് നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കൊളോണിയലിസം, അതിനുശേഷം ഫാഷിസം ഒക്കെ നമ്മുടെ ഓർമ്മകളെ നിയന്ത്രിക്കാൻ, അതിൽ കടിഞ്ഞാണിടാൻ പലതരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് പേരുകൾ വെട്ടിയത്. പക്ഷെ അതിനെല്ലാം മറികടക്കാനുള്ള ഒരു ശേഷി മാപ്പിള സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കീഴാള സമൂഹത്തിന്റെ പ്രത്യേകിച്ചും ഒരു പോസ്റ്റ് മണ്ഡൽ കോളനിയാനന്തര വ്യവഹാര അക്കാഡമിക മണ്ഡലം ആർജിച്ചെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവബോധം അതിനനുസരിച്ച് ഇപ്പൊ ഹെറിറ്റേജ് വാക്കുകൾ പോലെയുള്ള പല സംഭവങ്ങൾ അത് നടക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഒരു ജനകീയമായ അവബോധം, അത് ഇവർക്കൊന്നും ഇവരെ അധികാരത്തിനോ പാഠപുസ്തകങ്ങൾ കൊണ്ടൊന്നും കെട്ടിത്തടുത്തു വെക്കാൻ കഴിയാത്ത വിധത്തിൽ ഉണ്ടാവുന്നു. അതിൽ കൂടുതലായി വികസിക്കണം. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പൊ ഇങ്ങനത്തെ ഈ ഓപ്പൺ, ഇപ്പം ഈ ഏറനാട് വള്ളുവനാടിനെ പറയുകയാണെങ്കിൽ 1921 ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഒരു ഓപ്പൺ മ്യൂസിയമാണ്. ഇതൊരു ഓപ്പൺ മ്യൂസിയം. ആ ഒരു കൺസെപ്റ്റിൽ അതിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഓരോ ഭാഗത്തും പാണ്ടിക്കാടുള്ള സംഭവങ്ങൾ പാണ്ടിക്കാട്ട്, പിന്നെ ഈ മേലാറ്റൂരും ഇവിടെ ഉള്ളത് അങ്ങനെ, മലപ്പുറത്ത് ഇങ്ങനെ, തിരുരങ്ങാടി ഇങ്ങനെ. ഇപ്പൊ ഇതിന്റെ പലപ്പോഴും പല ശേഷിപ്പുകളുണ്ട്. അപ്പൊ അതിനെതിരെ വലിയൊരു ഒരു ലാർജർ സ്കെയിലിൽ ഒരു ഓപ്പൺ മ്യൂസിയമായി കൊണ്ടുകൊണ്ട് അതിനെ നിലനിർത്തുക. ഇതുപോലെ തന്നെ ഹെറിറ്റേജ് വാക്കുകൾ, അതുപോലെ തന്നെ ഇതിലെ പറഞ്ഞ നേരത്തെ ലിവിങ് ലെജൻഡ്സ് ആയ ആളുകൾ, അവരെ കാണുക, ഡോക്യുമെന്റ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങി വൈവിധ്യമാർന്ന സംഗതികൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കൊളോണിയലിസത്തെയും ഫാസിസത്തിനെയൊക്കെ പ്രതിരോധിക്കാനും അതിനെ കവച്ചു വെച്ച് മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. ആ അർത്ഥത്തിലുള്ളൊരു ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്.